ഗൗരവതരമായി ബൈബിൾ പഠിക്കുന്ന നമ്മുടെ പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾ അവര് മനസ്സിലാക്കിയിരിക്കേണ്ടതിന് ഉള്ള ചില ചിന്തകളാണ് ആമുഖമായി പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിയെ പറ്റി ഉള്ള സിദ്ധാന്തങ്ങളിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന ഒന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല, അത് ഇറ്റേണലായി പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ്. സത്യത്തില് എത്തിസ്റ്റുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു തിയറി അതാണ്. ഭൂമിയോ പ്രപഞ്ചമോ ഒന്നും പ്രത്യേകിച്ച് ഒരു മാറ്റത്തിനും വിധേയമാകുന്നില്ല, അങ്ങനെ നിൽക്കുന്നു. അതിന് ബീനിങ്ങും ഇല്ല എൻഡും ഇല്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ്. പക്ഷെ അത് ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. എന്നാൽ എത്തിസ്റ്റുകൾ ഒരു മലക്കം പറഞ്ഞിട്ടാണ് ഈ ബിഗ് ബാങ്ങിലേക്ക് തിരിഞ്ഞു. ബിഗ് ബാങ്ങിനെ പറ്റിയും നമ്മുടെ ആൾക്ക് വേണ്ടത്ര അറിവില്ലാത്ത ഇതെന്തോ ഒരു അപകടമാണ്. ഇത് പഠിച്ച ബൈബിളിനകത്ത് അതിന്റെ അടിസ്ഥാന ശിലകളിൽ നിന്ന് മാറിപ്പോകും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായി. സത്യത്തില് 5 വോള്യൂംഡ് ബുക്ക് ഓഫ് മോസസിന്റെ 5 പുസ്തകങ്ങൾ വായിച്ചറിഞ്ഞ അറിവിൽ നിന്നാണ് ഈ ജോൺ ഗാമോഫ് എന്ന ചിന്തകൻ, സയന്റിസ്റ്റ്, ഈ ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരും. ആ സിദ്ധാന്തം ബൈബിൾ ചിന്തകൾക്ക് വിപരീത ദിശയിലല്ല അതിന്റെ യാത്ര. അങ്ങനെയാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പോലും, പ്രപഞ്ചമുണ്ടായത് എന്ന് പറഞ്ഞാൽ പോലും, ഒരു ബൈബിൾ പഠിതാവിന് ആവേശം പകരും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അവ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ആമുഖമായി പറയുന്നത്. ഇത് പ്രധാനമായും നമ്മുടെ കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ്. മുതിർന്നവർക്ക് ഇത് അത്ര കണ്ട് ഡൈജസ്റ്റഡ് ആവണം എന്നില്ല. എന്നാലും ഞാൻ എൻ്റെ അറിവിലും പരിമിതിയിലും സിമ്പിളാക്കിയത് പറയാം. ശാസ്ത്രം പറയുന്നതനുസരിച്ച് ദി യൂണിവേഴ്സ് ബിഗിൻസ് വിത്ത് ദി എക്സ്പ്ലോഷൻ ഓഫ് ദി പ്രൈമൽ ആറ്റം. ഒരു പ്രൈമൽ ആറ്റത്തിന് ഒരു സിംഗുലാരിറ്റിയുടെ എക്സ്പ്ലോഷൻ നടന്നിരിക്കുന്നത്. ആ എക്സ്പ്ലോഷനോടെയാണ് യൂണിവേഴ്സ് ആരംഭിക്കുന്നത്. യൂണിവേഴ്സ് ബിഗിൻസ് വിത്ത് ദി എക്സ്പ്ലോഷൻ ഓഫ് എ പ്രൈമൽ ആറ്റം. പ്രൈമൽ ആറ്റത്തിന്റെ, ഐ മീൻ സിംഗുലാരിറ്റി, ഒരു സൂക്ഷ്മ കണത്തിന്റെ എക്സ്പ്ലോഷനാണ് പ്രപഞ്ചം. ഇതാണ് ആ സിദ്ധാന്തത്തിന്റെ ബേസ്. അത് സംഭവ്യമാണ്. ഒരു ചെറിയ ആറ്റം അത് വലിയ സാധ്യതകളിലേക്ക് വികസിക്കുന്നു. എപ്പോഴും ഈ പൊട്ടിത്തെറി എന്ന ഒരു ചിന്തയല്ല മനസ്സിൽ വരേണ്ടത്. ഈ എക്സ്പ്ലോഷൻ എന്ന് കേൾക്കുമ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്തു എന്ന് വേണം ഇത് ധരിക്കും. ഇത് വിസ്ഫോടനം സൃഷ്ടിച്ചു എന്നുള്ള ഒരു ചിന്തയിൽ പൊട്ടിത്തെറിച്ച് ചിതറി എന്നുള്ള ഒരു ധാരണ വരരുത്. അതായത് ഒരു ബലൂണ്, ഞാനിരിക്കുന്ന റൂമോളം വലിപ്പത്തിൽ ഒരു ബലൂണ് ഊതി വീർപ്പിച്ചു എന്ന് ധരിക്കും. അതാണ് അതിന്റെ സാധ്യത. പക്ഷെ ആ ബലൂണ് വീർത്ത് അതിനും അപ്പുറത്ത് പോയി വിശാല കടലോളം വലിപ്പമായി സാധ്യതകൾക്കപ്പുറം. ഇതാണ് എക്സ്പ്ലോഷൻ. അല്ലെങ്കിൽ ഇതാണ് ശരിക്ക് ബിഗ് ബാങ് എന്നുകൊണ്ട് അർത്ഥമാക്കും. പൊട്ടിച്ചിതറി പല തുണ്ടാകുന്ന ഒരു പ്രശ്നമില്ല. അപ്പോഴ് ഈ എക്സ്പ്ലോഷനെ സംബന്ധിച്ചോളം അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഒരു ന്യൂക്ലിയസ് അല്ലെ അതിന്റെ ഒരു കേന്ദ്രം, അതിന്റെ എല്ലായിടത്തേക്കും ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഈ എക്സ്പ്ലോഷൻ ഉണ്ടായ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടാകും. ഏരിയയിൽ നിന്ന് അത് തുടങ്ങണം. എല്ലായിടത്തേക്കും ഒരുപോലെ എക്സ്പാൻഡ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, അവിടെ എവിടെയാണ്, ഏത് ചലന നിയമമാണ് വർക്കൗട്ട് ആയത്? അവർക്ക് ഉത്തരം തരാൻ കഴിയില്ല. ഏത് തരം ചലന നിയമം? ഇനി ആകട്ടെ, അങ്ങനെയെങ്കിൽ ഒരു പ്രൈമൽ ആറ്റത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നതിന് സമാന്തരമായി ബൈബിള് പറയുന്ന എന്താണ്? ദി ബീയിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പൊ ഹെവൻസ് ആൻഡ് എർത്ത്, പ്രപഞ്ച നിർമ്മാണം നടന്നു എന്നേ ബൈബിള് പറയുന്നു. അതിനപ്പുറത്ത് അത് പറയുന്നില്ല. ആ പ്രപഞ്ച നിർമ്മാണത്തിന് പുരാണ കഥകളിൽ പറയുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ആമയുടെ പുറത്ത് ഭൂമി ഇരിക്കുന്നു ഒക്കെ ധരിക്കുന്ന മനുഷ്യരുണ്ടാകും. അക്കാലത്താണ് ബൈബിൾ പറയുന്നത് അതിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. രണ്ടാമത്തെ കാര്യം, ഇതിനുശേഷം സ്ട്രീംസ് ഓഫ് ലൈറ്റ് ക്വാണ്ട ഫ്രം ദ ബിഗ് ബാങ്
രണ്ടാമത് സംഭവിക്കുന്നത് ഈ വെളിച്ചത്തിന്റെ ഒരു ധാര ഒരു ക്വാണ്ട രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. വെളിച്ചമാണ് പിന്നുണ്ടാവുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? ലെറ്റ് ദെയർ ബി ലൈറ്റ്, ഈ ഒരു ആശയം. അപ്പോ ബിഗ് ബാങ് തിയറിയുടെ ഒന്നാമത്തെ പോയിന്റ് സത്യത്തിൽ എന്താണ്? ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രപഞ്ചം ആദ്യം വെളിച്ചമുണ്ടായി എന്നതാണ്. ബൈബിൾ പറയുന്നു, മൂന്നാം വചനം 31:3, ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയും. നെക്സ്റ്റ്, അവർ ഗാലക്സി ബിഗിൻസ് ടു റൊട്ടേറ്റ്. നമ്മുടെ ഗാലക്സിക്ക് ഭ്രമണം ആരംഭിക്കുക, ചലനം ആരംഭിക്കുക. അപ്പൊ ആ ചലനത്തിന് ഒരു കാരണം, പലതരം ചലനങ്ങൾ അറിയാം. ഒന്ന്, നമുക്ക് ഇന്ധനത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഇന്ധനത്തോട് ഏതെങ്കിലും ഒരു തരം ഊർജം പ്രവർത്തിക്കണം. പക്ഷേ പ്രപഞ്ചം ചലിക്കുന്നതിന് പിന്നിൽ കാരണം ലോ ഓഫ് ഗ്രാവിറ്റിയാണ്. ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് ചലനമുള്ളത്. പരസ്പരം ആകർഷിക്കുന്നു. ആകർഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഭൂമി കറങ്ങുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഡേയിലേക്ക് കിടക്കാം. ആ ഫസ്റ്റ് ഡേയില് ദ ഡേ ബിഗിൻസ് ഇൻ ഡാർക്ക്നെസ്. ഒരു ദിവസം ആരംഭിക്കുന്നത് ഇരുളിലാണ്, ഡാർക്ക്നെസ്സിലാണ്. ഫസ്റ്റ് ഡേ അവിടെ കേൾക്കേണ്ടത് സന്ധ്യയായി ഉഷസ്സുമായി എന്നാണ്. അപ്പോ സന്ധ്യയാകുന്ന ഒന്നാമത്. സന്ധ്യയിൽ നിന്നാണ് ഉഷസ്സിനെ പൊക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ വെളിച്ചത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സന്ധ്യ എന്ന് പറയുന്ന ആ മീഡിയയിലൂടെ ലൈറ്റ് കടന്നു പോകും. അപ്പൊ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം വരും. അപ്പൊ സന്ധ്യ എന്ന ആ പ്രതിഭാസത്തിലൂടെ, ഇരുട്ട് എന്ന പ്രതിഭാസത്തിലൂടെ സ്ട്രീംസ് കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഉണ്ടാകും. അപ്പൊ അത് അടുത്തത് കണ്ടൻസേഷൻസ് ഇൻടു ഓഷ്യൻസ് ആൻഡ് ക്ലൗഡ്സ്. ഓഷ്യൻസും അല്ലെങ്കിൽ വെള്ളവും ക്ലൗഡും ഉണ്ടാകുന്നു എന്നാണ് ബിഗ് ബാങ് തിയറിയുടെ അടുത്ത ചിന്ത. സെയിം ടൈമില് സെക്കൻഡ് ഡേ ലെറ്റ് എക്സ്പാൻഡ് സെപ്പറേറ്റ് ദ വാട്ടേഴ്സ് ഫ്രം ദ വാട്ടർ. അപ്പൊ ക്ലൗഡും കടലും അല്ലെങ്കിൽ സമുദ്രവും എന്താ പറയുക, മേഘങ്ങളുമാണ് അടുത്ത ദിവസം ഫോം ചെയ്യുന്നെങ്കിൽ ബൈബിള് പറയാ ദൈവം വെള്ളങ്ങളെയും തമ്മിൽ വേർതിരിച്ചു. അപ്പൊ വെള്ളത്തിന്റെ മറ്റൊരു ഫോമാണ് ശരിക്കും നമ്മൾ അറിയുന്ന മേഘം എന്ന് പറയുന്നത്. അപ്പൊ ബിഗ് ബാങ് തിയറിയുടെ അടുത്ത പ്രിൻസിപ്പിളിലേക്ക് കിടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ വെള്ളങ്ങളെ അല്ലെങ്കിൽ കണ്ടൻസേഷൻ ഇൻടു ഓഷ്യൻസ് ആൻഡ് ക്ലൗഡ്സ്. അപ്പൊ സമുദ്രവും മേഘങ്ങളുമായി പ്രപഞ്ചത്തിൽ ഈ എക്സ്പാൻഷൻ ഉണ്ടാകും. സെയിം ടൈമിൽ വേൾഡ് പറയാണ് ദൈവം വെള്ളങ്ങളെയും തമ്മിൽ വേർപിരിച്ചു. അടുത്ത പറയുന്നത് റോക്സ് ഓക്സിഡൈസ്ഡ് ബൈ ക്ലോറോപ്ലൈസ് ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗ. അപ്പോ ബ്ലൂ ഗ്രീൻ ആൽഗകളുടെ രൂപവൽക്കരണം ഉണ്ടായി. അല്ലെങ്കിൽ സസ്യത്തിന്റെ പ്രിമിറ്റീവ് സ്റ്റേജിലെ ഫോംസ് ആണ് ഇതിന് രൂപപ്പെടുന്നെങ്കിൽ അടുത്ത ഡേയിലേക്ക് കിടക്കുമ്പോൾ എന്താ പറയും? തേർഡ് ഡേ ദ ലാൻഡ് എമേർജസ്, ലെറ്റ് ദ എർത്ത് ബ്രിങ് ഫോർത്ത് ഗ്രീൻ. അപ്പോ സസ്യലതാദികളുടെ സൃഷ്ടിയെ പറ്റി തന്നെയാണ് അടുത്ത ദിവസം പറയും. Dense vapors clear to reveal sun. അപ്പോഴ് ഈ വേപ്പേഴ്സ് എല്ലാം മാറിയിട്ട് വെളിച്ചം പ്രകാശിതമായി തുടങ്ങി, ശരിക്കും വ്യക്തമായി തുടങ്ങി. അപ്പൊ ഈ വെളിച്ചത്തിന്റെ ധാര ക്വാണ്ട പ്രവേശിച്ചിട്ട് പ്രകാശിക്കപ്പെട്ടു. അപ്പൊ വെളിച്ചം വന്നാലും നമുക്ക് കാണണമെന്നില്ല, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ദൂരീകരിച്ചുകൊണ്ട് വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് വെളിച്ചം പ്രകാശിച്ചതാണ് അടുത്ത ദിവസം. ഫോർത്ത് ഡേ ലെറ്റ് ദെർ ബി ലൈറ്റ്സ് ഇൻ ദ സ്കൈ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ദൈവം ആകാശത്ത് രണ്ട് ഗോളങ്ങളെ ഉണ്ടാക്കി, പകൽ വാഴാൻ സൂര്യനെ, രാത്രി വാഴാൻ ചന്ദ്രനെ. അപ്പൊ ഇതെങ്ങനെയാണ് ബാക്കി ദിവസങ്ങൾ ഉണ്ടാവുന്നത്? 1-2 ദിവസങ്ങൾ. കാരണം സൂര്യനില്ല, 2-3 ദിവസങ്ങളുണ്ട്. അവൻ 4-ാം ദിവസമാണ് God has already made the sun, moon and stars. അപ്പൊ ഇത് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിർമ്മിക്കുമ്പോൾ ഇത് ഭൂമിക്ക് ആപ്ലിക്കബിൾ ആയിട്ടാണ് ഈ വെളിച്ചം കിട്ടുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള കാര്യമാണ് ആ പറയുന്നത്.
മറ്റേ പ്രപഞ്ചത്തിന്റെ ദിവസമാണ് പറയുന്നത്. രണ്ടും രണ്ട് കാര്യമാണ്. ഭൂമിക്ക് വെളിച്ചം കിട്ടാൻ പകൽ സൂര്യനെ, ആ സൂര്യനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ചന്ദ്രനും പ്രകാശിക്കുന്നു. യോബിന്റെ പുസ്തകം പറയുന്നു ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല എന്ന ശാസ്ത്രസത്യം ബൈബിൾ അംഗീകരിക്കും. അപ്പോ ചന്ദ്രന് ശോഭയില്ലാത്ത ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചത്തെ പ്രകാശിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തരുന്ന ഒരു ചിന്തയുണ്ട്, ഒരാശയമുണ്ട്. ആ ആശയം എന്ത്? കറക്റ്റായിട്ട് ഈ പറയുന്ന സിദ്ധാന്തങ്ങളുടെ തലത്തിലൂടെ തന്നെയാണ് വിശുദ്ധ തിരുവചനത്തിലെ ചിന്തകൾ പ്രതിഫലിക്കുന്നത്. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തോ ആ സംഭവങ്ങൾക്ക് ഒരു സിദ്ധാന്ത പരത നിർമ്മിക്കുകയാണ് ശാസ്ത്രം ചെയ്തത്. അപ്പൊ ദൈവം നിർമ്മിക്കുന്നു, ശാസ്ത്രം അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തുന്നു, ഒരു ഹൈപ്പോത്തസിസിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇനി വേറെ അടുത്തത് 5-ാമത്തെ ദിവസം മറൈൻ ഫോസിൽ സ്വാംസ് ദ സ്ട്രാറ്റ. 5th day let the waters bring forth swarms of light. ഈ അടുത്തത് വിൻഡ് ക്രിയേറ്റേഴ്സ് ഗ്രേറ്റ് സീ മോൺസ്റ്റേഴ്സ്. സമുദ്രത്തിലൊക്കെ അതത് തരം ജന്തുക്കളുടെ നിർമ്മിതിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ജീവന്റെ ഇഴജാതികൾക്ക് ഒക്കെ ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രവും പറയും. അടുത്തത് ലാൻഡ് ആനിമൽസ് ആണ് ഇനി വരുന്നത്. 5th day let the earth bring for living creatures. അപ്പൊ ലാൻഡ് ആനിമൽസ് ലാൻഡിലേക്ക് വരുന്ന ജീവജാലങ്ങളാണ്. മറ്റേ കടൽ ജീവികളുടെ കഥയാണ് ബിഗ് ബാങ്ങിന് മുമ്പുള്ളതെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 6-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനുഷ്യരാശിയുടെ സൃഷ്ടിയാണ് കാണുന്നത്. അപ്പം മനുഷ്യരാശി ഉണ്ടാകുന്നത് ബൈബിളിലെ ചിന്തയും ബിഗ് ബാങ്ങിന്റെ ചിന്തയും ശാസ്ത്ര ചിന്തയും തമ്മിൽ ഒരു ക്ലാഷുമില്ലാതെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ശാസ്ത്രചിന്തയിൽ, ശാസ്ത്രത്തിന്റെ വിശദീകരണ ചിന്തയിൽ ബൈബിളിൽ ഇവ തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടാതെ പോകുന്ന ഒറ്റ ഭാഗം ഇത്രേ ഉള്ളൂ. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു എന്നുള്ള ഒരു ഭാഗമാണ്. അത് ശാസ്ത്രത്തിന് അങ്ങനെ ഒരു വാദമില്ല. കാരണം അത് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ബൈബിൾ അത് കൃത്യമായിട്ട് 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു എന്നുള്ള ഒരു ചിന്ത വെക്കുന്നു. അപ്പൊ ആദ്യം ഉൽപ്പത്തി പഠിക്കുന്ന ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കാരണം ഉൽപ്പത്തിയാണല്ലോ സൃഷ്ടിയുടെ സമഗ്രമായ വിശദീകരണം തരുന്ന ഒരു ഭാഗം. അവിടെ പറയുന്ന വസ്തുതകൾ ഒരു ആധുനിക ശാസ്ത്ര വിദ്യാർത്ഥിക്ക് അവിശ്വാസം വർദ്ധിക്കേണ്ട ഒരു കഥയും വരുന്നില്ല. അവിടെ പറയുന്നവ കൃത്യമായി തന്നെ ഇന്നുള്ള ഒരു കുട്ടിക്ക്, ശാസ്ത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ദൈവവചനത്തോട് അധികം ചേർന്ന് കിടക്കാൻ അത് പര്യാപ്തമായിരിക്കും. ഞാൻ ഇതൊരു പ്രോഗ്രാമിൽ ഈ കാര്യം അവതരിപ്പിച്ച അനന്തരം ധാരാളം പേര് ആ ഡിബേറ്റിന് ശേഷം എന്നെ വിളിക്കാനിടയായി. നിരീശ്വരന്മാരുടെ പ്രോഗ്രാമാണ്. കുട്ടികളും ഒത്താണ്, മക്കളും ഒത്താണ് അവിടെ പോകാനുള്ള അവസരം ഉണ്ടായത്. അവരിത് മനസ്സിലാക്കട്ടെ എന്ന്. കാരണം എത്രത്തോളം ദാവീദ് പറയുന്ന പോലെ ഞാൻ എത്രത്തോളം ക്ഷണികനെന്ന് അറിയുമാറാകട്ടെ എന്ന് ദാവീദ് പറയുന്ന പോലെ ഈ എത്തിസ്റ്റുകൾ എത്രമാത്രം ഐഡിയോളജിക്കലി അവരെത്ര പിന്നിലാണ് എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങൾ വായിക്കുന്നത് തിരുവെഴുത്താണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്നത് ദൈവവചനമാണെങ്കിൽ ലോകത്തൊരുത്തർക്കും നിങ്ങൾക്കെതിരെ നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികൾ, യുവാക്കൾ ദൈവവചനമാണ് പഠിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നിങ്ങളെ ഒരു വിധത്തിലും തോൽപ്പിക്കാൻ ലോകത്തൊരു ശത്രുവിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയും. വിജയം നമ്മളുടേതാണ് എന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനോരമയിലോ മംഗളത്തിലോ മാതൃഭൂമിയിലോ ഒക്കെ മികച്ച വിജയം കരഗതമാക്കുന്ന കുട്ടികളുടെ വാർത്ത വരും. അതെല്ലാം പറഞ്ഞങ്ങ് പോകിൽ 2-ാം ദിവസമാണ് നമ്മൾ ഗുഡ് ന്യൂസോ നമ്മുടെ പത്രങ്ങളോ വായിക്കും, മനസ്സിലാകും അത് മിക്കപ്പോഴും വിശ്വാസി കുട്ടിയാണ്. ഈ വർഷവും മുഖ്യമന്ത്രിയുടെ അവാർഡും ഒക്കെ വാങ്ങിയ പ്രാർത്ഥിക്കുന്ന പാഴ്സനേജിൽ ജനിച്ച ഒരു മകളുടെ അനുഭവം വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ പാഴ്സനേജിൽ ജനിച്ച അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠിച്ച കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു തലമുറയ്ക്ക് അവരുടെ വിശ്വാസ ചിന്തകളുടെ പ്രചോദനം വിശുദ്ധ ബൈബിളായതുകൊണ്ട് തീർച്ചയായിട്ടും അത് എല്ലാ മണ്ഡലങ്ങളെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ടാബ്ലറ്റ് കഴിക്കുന്നു, മെൻഫോർമിൻ എടുക്കുന്നു, അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുന്നു. ഈ രോഗമുള്ളിടത്തേക്ക് ഗുളിക പോയിരുന്ന് ഒരിക്കലും രോഗം മാറ്റുകയല്ല. ആ ഗുളിക അങ്ങോട്ട് ചെല്ലുന്നൊന്നുമില്ല. മറിച്ച് ആ ഗുളികയ്ക്കുള്ളിലെ കെമിക്കൽസ് നമ്മളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗത്തെ അതിജീവിക്കുന്ന തരത്തിലൊരു ഇൻസ്പിറേഷൻ, അതെനിക്കത് അങ്ങനെ വിശദീകരിക്കാനേ അറിയത്തുള്ളൂ, അത് കൊടുക്കുന്നു. അപ്പൊ ആ ഗുളിക എന്ന് പറയുന്ന വസ്തുവിലെ ഭൂരിപക്ഷം കാര്യങ്ങളും ആ മെഡിസിനെ ക്യാരി ചെയ്യുന്ന മറ്റ് ഘടകങ്ങളാണ്. ആ പൗഡറൊക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ലിക്വിഡ് ഫോമിലുള്ള ഒരു മരുന്ന് കഴിക്കുകയാണ്, അത് കൂടുതലും വെള്ളമാണ്. അതിനുള്ളിലേക്ക് നമ്മൾ ഈ കാണുന്ന തരത്തിലെ വസ്തുക്കൾ
ചെന്നിട്ട് രോഗം മാറ്റുകയല്ല, ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന തിരുവെഴുത്ത് നിങ്ങളെ സമയമാകുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ വഴി നിങ്ങളെ അതിനെ എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ വേണ്ട ഒരു കൃപയാണ്. ആദരണീയായ ICPF-ന്റെ സ്ഥാപകനായ കർത്തദാസൻ പ്രൊഫസർ മാത്യു പി തോമസ് ഇതിന് ശേഷം ഇത്തരം ഒരു ചർച്ചയ്ക്ക് ശേഷം എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നൂതനങ്ങളായ ചില കണ്ടെത്തലുകൾ എന്റെ രീതിയിൽ പറയുന്നത്. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദാരിയായ അധ്യാപകനാണ്. അദ്ദേഹം പുറത്തിറക്കിയ ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞു. അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി. ഒരു കാര്യം ഉറപ്പാണ്, ദൈവജനം പഠിക്കുകയും ശാസ്ത്രം പഠിക്കുകയും ചെയ്ത ഒരു ദൈവദാസന്റെ മുമ്പിൽ നിരീശ്വരന്മാരുടെ ചിന്താഗതികൾക്കോ അവരുടെ ആശയങ്ങൾക്കോ പ്രസക്തി ഇല്ലാതെ വന്നു. ഇത് ആധികാരികമാണ്, ഇത് സമഗ്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാന് അദ്ദേഹം രചിച്ച ദ ബൈബിൾ ആൻഡ് സയൻസ് ഈസ് ദെയർ എ കോൺഫ്ലിക്റ്റ് എന്നൊരു പുസ്തകമുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥം ചെറിയൊരു ലഘുലേഖയാണ്, പക്ഷെ അതിന്റെ ഉള്ളടക്കങ്ങൾ ഭയങ്കര സമഗ്രമായ കാര്യമാണ്. അദ്ദേഹം അതിൽ കൃത്യമായി തന്നെ ഈ ബിഗ് ബാങ്ങിനെ, അദ്ദേഹം ബിഗ് ബാങ് തിയറിയെ എഗ്രി ചെയ്തല്ല പോകുന്നു, പക്ഷെ അതിനകത്ത് പറയുന്ന പല സംഭവങ്ങളെക്കാൾ ബൈബിൾ ചിന്തകളുടെ ആധികാരികത സ്ഥാപിച്ചാണ് പോകുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഒരു ഭൗതിക പരിണാമം സംഭവിച്ചു എന്ന് വിശ്വസിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ നിരാകരിക്കുന്നത് ജീവപരിണാമത്തെയാണ്. അത് ഒരിക്കലും ഒരു സാധ്യതയുമില്ലാത്ത കാര്യം. ചില ഘട്ടങ്ങളിൽ ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇതെന്താണ് ഈ ജീവപരിണാമത്തെ പോപ്പ് വരെ അംഗീകരിച്ചു, ഇന്ന് നിങ്ങൾക്ക് എന്താണ് അംഗീകരിച്ചാൽ? ഇപ്പൊ പോപ്പ് അംഗീകരിച്ചു എന്നതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നത് എന്താ കാര്യമില്ല. പോപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡം. നിങ്ങളുടെ എന്തോ യുക്തിയുടെ അടിസ്ഥാനം പോപ്പ് എന്ത് അംഗീകരിക്കുന്നുള്ളോ നമ്മൾ എന്ത് അംഗീകരിക്കുന്നു എന്നതിനെ പറ്റിയോ ആയിരിക്കില്ല മറ്റൊരാളുടെ ചിന്ത. നമ്മുടെ യുക്തിക്കും നമ്മുടെ വിചാരങ്ങൾക്കും ദഹിക്കുന്ന ചിന്തകളിലൂടെ വേണം പോകാം. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു വാദത്തെ തള്ളിക്കളയുന്ന മനുഷ്യർ, ആ തള്ളിക്കളയുന്ന മനുഷ്യര് അറിയുന്നില്ല അവരെതിലും വലിയൊരു കഥയാണ് പറഞ്ഞത്. ബൈബിള് ഒരു കളിക്കുടുക്ക പോലെയാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്, അമ്മൂമ്മക്കഥയാണെന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അവര് പറയുമ്പോൾ അറിയുന്നില്ല എന്താണ് ഈ ജീവപരിണാമം പറയുന്നത്. അതിലും വലിയൊരു കഥയാണ്. ബൈബിള് ദൈവം സൃഷ്ടിച്ചു എന്നേ ഉള്ളൂ, അതിനെ നിങ്ങൾ കഥയായി കണ്ടോളൂ. പക്ഷെങ്കിൽ അതിലും വലിയ കഥയാണ് ഈ ജീവപരിണാമം പറയുന്നത്. പാറ്റയ്ക്കും പല്ലിക്കും അമീവയ്ക്കും മനുഷ്യനും കുരങ്ങനും വാഴയ്ക്കും ചേനയ്ക്കും എല്ലാം കൂടെ ഒരു പൊതുപൂർവികനുണ്ടെന്നാ പറഞ്ഞത്. ഇതിലെല്ലാം കൂടെ ഒരപ്പൻ എന്നാണ് പറയുന്നത്. എന്നാലേ ചോദിക്കുക, അതെല്ലാം ഒരിടത്തുനിന്ന് ഉണ്ടായി എന്ന് പറയുകയാണ്. വാഴ ഉണ്ടായതും ചേന ഉണ്ടായതും അമീബ ഉണ്ടായതും പല്ലി ഉണ്ടായതും പാറ്റ ഉണ്ടായതും മനുഷ്യനുണ്ടായതും ഒരു സ്രോതസ്സിൽ നിന്നാന്ന് പറയുമ്പോൾ അതിപ്പരം കഥയെന്ത് വേണം? എങ്ങനെയാണത് വിശദീകരിക്കപ്പെടുന്നത്? ഏത് നിലയിലാണ്? ഇതൊരു തിയറിയാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഡാർവിൻ മുമ്പോട്ട് വെച്ചൊരു ഹൈപ്പോത്തസിസ് ആണ്. പക്ഷേ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനകത്ത് അശാസ്ത്രീയത ഉണ്ട് എന്ന് പറയുകയും ഇത്തരം ഒരു കെട്ടുകഥയിലൂടെ അത് ശാസ്ത്രമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സയന്റിസം, ദിസ് ഈസ് നോട്ട് സയൻസ്. ആ ഒരു സത്യം മനസ്സിലാക്കണം. അപ്പോ മാത്രമല്ല, ഞാൻ വളരെ നിസ്സാരമായൊരു ചോദ്യം ഇത്തരം ആളുകളോട് ചോദിച്ചു. കോടാനുകോടി വർഷങ്ങളുടെ കാലഘട്ടം കൊണ്ടാണ് ഈ പരിണാമം സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഭൗതികമായി പ്രപഞ്ചത്തിന് മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഫിസിക്കലി ചേഞ്ച് വരുന്നുണ്ടല്ലോ, നമ്മൾ കാണുന്നു, എല്ലാത്തിനും ചേഞ്ച് വരാം ഫിസിക്കലി. പക്ഷേ ദൈവപരമായ ഒരു പ്രക്രിയ അങ്ങനെ തുടരണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിനെന്ത് ചേഞ്ച്? അപ്പൊ അതിന് വർഷങ്ങളുടെ പരിണാമത്തിന്റെ കാലം എടുക്കുമെങ്കിൽ നമുക്ക് നോക്കാം. മനുഷ്യരാശിയുടെ ഇന്നത്തെ ജനസംഖ്യ ഏതാണ്ട് 800 കോടിയാണ്. അത് 1000 കോടിയെ പിടിച്ചു. 1000 കോടി മനുഷ്യർ, 1000 കോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ ഒരു 50 കൊല്ലം മുമ്പ് ഉള്ള മനുഷ്യരുടെ അംഗസംഖ്യ 200 കോടിയാണ്. 200 കോടി. ഇത് ഞാൻ കൃത്യം പറയാൻ കാരണം, നമ്മുടെ ചാക്കോത്തോമ എന്ന ഒരു ദിവാസം ബ്രദറാണ്, ചെങ്ങന്നൂരുകാരൻ. അദ്ദേഹം 60കളിൽ എഴുതിയൊരു പുസ്തകം, അതിനകത്ത് ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തില് ലോക ജനസംഖ്യ 200 കോടി എന്ന് കണ്ടു, വായിച്ചു. 200 കോടി. അപ്പൊ 60കളിൽ എഴുതിയ ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ കാലത്ത്, മലയാളത്തിലുള്ളതാണ്, ആ പുസ്തകത്തിൽ ലോക ജനസംഖ്യ 200 കോടിയാണ്. 200 കോടിയിൽ നിന്ന് 1000-ലേക്ക് 800-ലൊക്കെ എത്താൻ 50 വർഷം മതിയാണ്, കഷ്ടിച്ച് 50 വർഷം. അത് കൃത്യം എനിക്ക് ഓർക്കാനൊരു തമാശ കൂടിയാണ്. ഈ പുസ്തകം നമ്മളൊരു മഹാൻ കോപ്പി അടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇറക്കി, അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ ഇറക്കി. ഉള്ളടക്കം എല്ലാം ചാക്കോ തോമസ് സാറിന്റെയാണ്, അച്ഛൻ്റെയാണ്. ഇത് സ്വന്തം പേരിൽ ഇറക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ആ സമയത്ത്, ഞാൻ ഈ ജേണലിലൊക്കെ എഴുതുന്ന ഒരു സമയമാണ്, എന്നോട് പറഞ്ഞു ഇങ്ങനൊരു വിഷയമുണ്ട്, ഇത് ഞങ്ങളിത് കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതിയിട്ട് അക്ഷരം പ്രതി ഇതാക്കിയിട്ട് വേറൊരാൾ ഇറക്കി. അപ്പൊ ഇദ്ദേഹം വളരെ ഫേമസ് ആണ്, ആളിനെ ഒന്നും ഞാൻ പറയുന്നു.
അപ്പൊ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ 100 കണക്കിന് പുസ്തകം എഴുതുന്ന പല മനുഷ്യരും പുസ്തകം പോലും വായിക്കാറില്ല. അതാ സത്യം. മനസ്സിലായില്ലേ? 100 കണക്കിന്. അപ്പൊ നമ്മുടെ ഇടയിൽ ചിലർ മഹാനാകാൻ വേണ്ടി ഇങ്ങനെ സ്വന്തം ആരെക്കൊണ്ടെങ്കിലും പുസ്തകം എഴുതിച്ച്, ഇനി നമ്മുടെ ചിന്ത പറഞ്ഞെടുത്തിട്ട് എഴുതിക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ചിന്ത ഒരാളോട് പറഞ്ഞിട്ട് അയാൾ അതിന് ഈ മജ്ജയും മാംസവും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സ്കെൽട്ടൻ നമ്മുടെ ആയിരിക്കണം. കാരണം എഴുത്ത് ഭാഷ എല്ലാവർക്കും വശമില്ല, അതൊരു തെറ്റല്ല. പക്ഷെ ഇവരിത് കണ്ടിട്ടേ ഇല്ല, ഇത് കാണാൻ പോലും ശ്രമിക്കാറില്ല. അപ്പോൾ ഈ പുസ്തകത്തില് ഈ ചാക്കോത്തമ്മയുടെ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ കോപ്പി അടിച്ച പുള്ളി 2010-ലോ 15-ലോ എങ്ങാണ്ടാണ് ഇത് അത് തന്റെ പേരിൽ ഇത് ഇറക്കുന്നത്. അതിൽ നിന്ന് 200 കോടി എന്നുള്ള പോലും എടുത്തു കളയാൻ മറന്നുപോയി. അപ്പൊ ആ ബോധം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും. ലോകജനസംഖ്യ 200 കോടി എന്ന് അന്നേരം എഴുതിയിരിക്കുക. ഇത് നമ്മുടെ ലോകജനസംഖ്യ 200 കോടിയാണ്. കാരണം എന്താ, മറ്റേ പുസ്തകത്തിൽ അതുപോലെ കിടക്കാം. അപ്പൊ ഞാൻ ഈ കോപ്പി അടിക്കുമ്പോഴും അതിനകത്തൊരു ആത്മാർത്ഥത വേണ്ടേ? കോപ്പി ആയിക്കോട്ടെ, അതിനകത്തൊരു അല്പം ആത്മാർത്ഥത വേണം. ഇതേ രൂപത്തിൽ എഴുതി വെച്ച് കളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 200 കോടി മനുഷ്യരെത്താൻ, അവിടുന്ന് ഇത്ര എത്താൻ വേണ്ടി 50 കൊല്ലം മതിയാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് നമുക്ക് 100 കോടിയിലേക്ക് പോകാം, പുറകോട്ട് പോകാം. അതിനൊരു 500 വർഷം എടുത്തുനിന്ന് കൂട്ടിക്കോ. 500 വർഷം മുമ്പ് മനുഷ്യന്റെ ജനസംഖ്യ 100 കോടി. അങ്ങനെയെങ്കിൽ നമുക്ക് മനുഷ്യനെ ഒരു 50 കോടിയിലേക്ക് എടുക്കാൻ വേണ്ടി നമുക്കൊരു 1000 വർഷം എങ്കിലേക്ക് പോവാം. അവിടെ നമുക്ക് വീണ്ടും മനുഷ്യന്റെ ഒരു 10 കോടി കണ്ടെത്താൻ വേണ്ടി ഒരു 3000 വർഷം പിന്നിലേക്ക് പോവാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ചരിത്രത്തിന് എത്ര വർഷത്തെ ചരിത്രം ഉണ്ടെന്ന് നോക്കി. ഇവിടെ കിട്ടും ഈ 450 കോടി എവിടെ ഒപ്പിക്കും? എവിടെ ചെന്നാണ് ഇത് കണ്ടെത്തുന്നത്? 450 കോടി വർഷം മനുഷ്യ സൃഷ്ടിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടാണ് അത് സ്ഥാപിക്കുന്നത്? അപ്പൊ ഇതൊരു ചോദ്യം ഇവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല, ഒരിക്കലും അത് സാധിക്കുന്നില്ല. ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്റെ ഇപ്പോഴത്തെ വിഷയം ജവരണം അല്ലെങ്കിൽ ഒരു ചെറിയ ലോജിക്കൽ ക്വസ്റ്റ്യനാണ് മുമ്പോട്ട് വെച്ചത്. ഇതെവിടെയാണ് നിങ്ങൾ ആ ഡേറ്റ് കണ്ടെത്തുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവർ പറയുന്ന വിധത്തിലായിരുന്നെങ്കിൽ ലോക ജനസംഖ്യ ഇത്രയും നിന്നാൽ പോരാ. അന്നേ മനുഷ്യരുണ്ടെങ്കിൽ ലോക ജനസംഖ്യ, ഈ പോപ്പുലേഷൻ അത് ഒത്തിരി 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 വർദ്ധിക്കണം, കോടാനുകോടിയായിട്ട് വർദ്ധിക്കണം. ഒക്കെ പോട്ടെ. അപ്പോ ഒറ്റ വാക്കിൽ പറയാം, സിദ്ധാന്തങ്ങളെ സയൻസായിട്ട് എടുക്കരുത്, അത് സയൻസിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ്. അപ്പോ ഒരു ഹൈപ്പോത്തസിസിൽ നിന്ന് ലോയിലേക്കുള്ള വളർച്ചയാണ്. ലോയാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. എനിവേ നമുക്കത് വിടാം. നമുക്ക് ഉൽപ്പത്തി 1 പഠിക്കും. അതിലെ ദിവസങ്ങൾ എന്ന് പറയുന്നത് രൂപകാർത്ഥത്തിലുള്ളതാണ്, അല്ലെ പ്രപഞ്ച ദിവസങ്ങളാണ്. അക്ഷരാർത്ഥത്തിലെ ഭൂമിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചിന്തയല്ലത്. ഭൂമിയും അതിലൊരു ഒരു മെമ്പർ മാത്രമായാണ്. ഈ കോസ്മിക് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വിശാലമായ പ്രപഞ്ചത്തിലെ ഒരു ഘടകം മാത്രമാണ് ഭൂമി. ആ ഭൂമിയുടെ സൃഷ്ടിക്ക് കൂടി ബാധകമായ ഒരു ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. അല്ല, ഭൂമിയുടെ ആ റൊട്ടേഷൻ, അതിന്റെ ആ ചെറിയ ഏറിയയിൽ നിന്നുകൊണ്ട് ഭൂമിക്ക് സംഭവിക്കുന്ന ദിവസങ്ങളെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്, മറിച്ച് ദൈവസൃഷ്ടിയുടെ ക്രമാനുഗതമായ അഭിവൃദ്ധി. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ വെളിച്ചം എങ്ങനെ ഉണ്ടായി? വെളിച്ചം ഉണ്ടാകാം. വെളിച്ചത്തിന് എത്രയോ സ്രോതസ്സുകളുണ്ട്. ദൈവം എത്രയോ വെളിച്ചങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന വെളിച്ച സ്രോതസ്സാണ് സൗരയൂഥ കുടുംബത്തിലെ നാഥനായ സൂര്യന്റെ നിർമ്മാണമാണ് പറയുന്നത്. അപ്പൊ സൂര്യൻ പോലും വെളിച്ചത്തിന്റെ വലിയ സ്രോതസ്സാണ്. അപ്പോ ഈ സൂര്യനേക്കാൾ വലിയ എത്രയോ നക്ഷത്രങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പൊ വെളിച്ചം എന്നത് ഇരുളിന്റെ മീതെ ഉള്ള ദൈവത്തിന്റെ ആധിപത്യമാണ്, ദൈവിക ഇടപെടലാണ്. അപ്പോ ഞാൻ വരുമ്പോ കർത്തദാസൻ ഈവിൾ സ്പിരിറ്റിന്റെ ഒരു ആവിർഭാവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കറക്റ്റായ കാര്യങ്ങളാണ്. ഞാനത് കേട്ടിരുന്നു. കാരണം എനിക്ക് കേൾക്കാമായിരുന്നു. എനിക്ക് എൻ്റെ മുഖം വെളിപ്പെടുത്താൻ പറ്റാവുന്നതേ ഉള്ളൂ. കാരണം വീഡിയോ എടുക്കുന്നില്ല, ഈ വോളിയം കേൾക്കാറുണ്ട്, വോളിയം ഉണ്ടായിരുന്നു, ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോ എനിവേ ഇന്ന് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഓർക്കേണ്ടത്, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ ബന്ധത്തെ വിശദീകരിച്ച് സൃഷ്ടിയെപ്പറ്റി ഇത്രയും പറയുന്ന ഒരു കൃതിയും ലോകത്തില്ല. ഇത്ര കൃത്യമായിട്ട് പറയുന്ന കൃതി ലോകത്തില്ല. ഇതിന് ഞാൻ പരിഹാസം പറയല്ല. നമ്മുടെ പുരാണങ്ങളിൽ ഋഗ്വേദത്തില് പുരുഷ സൂക്തത്തിലാണ് സൃഷ്ടിയെപ്പറ്റി പറയുന്നത്. ആ സൃഷ്ടിയെപ്പറ്റി പറയുന്നിടത്ത് മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ദി അൾട്ടിമേറ്റ് പവർ, ദി അൾട്ടിമേറ്റ് വൺ. ദി അൾട്ടിമേറ്റ് വണ്ണിന്റെ ഹെഡാണ് ബ്രാഹ്മണന്റെ സൃഷ്ടി. ബ്രാഹ്മണൻ സൃഷ്ടിക്കപ്പെട്ടത്. ഈ നെഞ്ചാണ് ക്ഷത്രിയാസ് അവര് സൃഷ്ടിക്കപ്പെട്ടത്. അരയാണ് വൈശ്യര് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ
അല്ലെങ്കിൽ ഇനി പാദമാണ് ശൂദ്ര സൃഷ്ടിക്കപ്പെട്ടത്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇതില് സ്ത്രീയുടെ സൃഷ്ടിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോ ഋഗ്വേദ സൃഷ്ടിയിൽ സ്ത്രീയില്ല. സ്ത്രീയില്ലാതെ പിന്നെ അടുത്ത സൃഷ്ടി എങ്ങനെ നടക്കും? അപ്പൊ ഞാന് എന്റെ അടുത്ത് ഡിബേറ്റ് ചെയ്ത ഒരാൾ ചോദിച്ചായിട്ട് നിങ്ങളുടെ സ്ത്രീയുടെ സൃഷ്ടിയെ പറ്റി എന്താ പറയുന്നത്? അപ്പൊ പറഞ്ഞു പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയും ഉണ്ട്. ഞാൻ പറഞ്ഞു അത് ന്യായം. പക്ഷെ സൃഷ്ടിയിൽ ഏറ്റവും സുപ്രധാനമായി വേണ്ടത് പുരുഷന് ശേഷം സ്ത്രീയോ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ ബൈബിളിന്റെ ചിന്ത എത്ര ആധികാരികമാണെന്ന് ധരിക്കണം. അതിന്റെ കാരണം എന്താ? പുരുഷനിൽ നിന്ന് സ്ത്രീ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഒരു കാഴ്ചപ്പാട് തള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? അതിലൊരു ശാസ്ത്ര സത്യമുണ്ട്. ആ ശാസ്ത്ര സത്യം എന്താ? ഒരു സാധ്യത, ശാസ്ത്ര സാധ്യത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. സ്ത്രീയിൽ നിന്ന് പുരുഷൻ എന്നേക്കാൾ പുരുഷനിൽ നിന്ന് സ്ത്രീ എന്ന ആശയം കുറെ കൂടി പ്രബലമാണ്, പ്രകടവും പ്രബലവുമാണ്. അതെന്താ കാര്യം? അതിന്റെ കാരണം പുരുഷനിൽ XY ക്രോമസോമാണുള്ളത്. XY ക്രോമസോം. സ്ത്രീയിൽ XX ക്രോമസോമേ ഉള്ളൂ. ഓൾറെഡി X ക്രോമസോം പുരുഷനിലുണ്ട്. ആ X ക്രോമസോമിന്റെ പുരുഷനാക്കുന്നത് Y ക്രോമസോമാണ്, അതിന്റെ സാന്നിധ്യമാണ്. XY വരുമ്പോ പുരുഷനാണ്, XX ആണെങ്കിൽ സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് XX മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് Y നിഷ്പാദിക്കാൻ സാധ്യത തീരെയില്ല. പുരുഷൻ ഡൊണേറ്റ് ചെയ്തെങ്കിലേ ആ ക്രോമസോം ഉള്ളൂ. പക്ഷെ പുരുഷനിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ബൈബിൾ കൃത്യമായിട്ട് പറയാണ് സ്ത്രീ പുരുഷനിൽ നിന്നാണ്, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ്. അപ്പൊ ഇത് പുരുഷാധിപത്യത്തിന്റെ ഒരു ലോകത്തെ കുറിച്ചല്ല പറയുന്നത്. ഇനി ഈ ആധിപത്യം എന്നൊക്കെ പറയുന്ന ചില കാര്യം കൂടെ ഒന്ന് പറയാം. ഈ എന്താണ് പറയുന്നത്, പുരുഷന്റെ സ്ത്രീ പുരുഷ സമത്വം ഒക്കെ പറയുന്ന ആളുകൾ, നമ്മൾ ഒരിക്കലും ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ പുരുഷനെന്തോ ആധിപത്യം സ്ത്രീയുടെ മീതെ ഉണ്ട് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെ ബൈബിളിൽ ഇല്ല. പുരുഷന് സ്ത്രീക്ക് മീതെ ഒരാധിപത്യവും ബൈബിൾ നൽകുന്നില്ല. എന്നാൽ അത് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പുരുഷന് എന്തോ ആധിപത്യം സ്ത്രീക്ക് മീതെ ഉണ്ടെന്നാണ് നമ്മളുടെ ജോർജ് കുട്ടിച്ചാനൊക്കെ ധരിച്ചു വെച്ചിരിക്കും. അല്ലെങ്കിൽ കാണാൻ പറ്റിയോണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ഇല്ല ആന്റി, അങ്ങനെ ധരിക്കരുത്. മോനായി പാസ്റ്ററെ, അങ്ങനെ ഒരു സംഭവം ഇല്ല. മനസ്സിലാക്കിക്കോ, നമുക്ക് സ്ത്രീകളുടെ മീതെ ഒരാധിപത്യം ഇല്ല, ഒരധികാരവും ഇല്ല. മറിച്ച് നമുക്ക് ഭാര്യയാണ് നമ്മൾക്ക് വിധേയമായി പോകേണ്ടത്. ലോകത്തുള്ള സകല സ്ത്രീകളും നമുക്ക് കീഴടങ്ങിയിരിക്കണമെന്നും ബൈബിളിലില്ല. സ്ത്രീ വേറെ ഭാര്യ വേറെ, രണ്ടും രണ്ട് കാര്യമാണ്. അപ്പൊ ആ സിമ്പിൾ ഉദാഹരണമുണ്ട്. അത് ഫാമിലി ലൈഫിലെ ഹൈറാർക്കിയാണ് പറയുന്നത്. പക്ഷെ പുരുഷനും വിധേയനാണ്. ആർക്കാണ്? സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പോ ഇതൊരു ഹൈറാർക്കിലാണ്. എങ്ങനെയാണ് ഭാര്യ ഭർത്താവിന്റെ മുമ്പ് നിൽക്കേണ്ടത്, ഇതുപോലെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ മുമ്പ് നിൽക്കുന്നത്. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ നാഥൻ, അല്ലെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ പുരുഷനാണ്. അപ്പൊ ആ പുരുഷന് കൊടുത്തിരിക്കുന്നത് ദൈവീകമായ ചിന്തയിൽ വേണം അയാൾ കുടുംബത്തെ നയിക്കാൻ. അയാളുടെ ഇഷ്ടം സാധിച്ചെടുക്കുന്ന ഇടമല്ല, ക്രിസ്തുവിന്റെ ഇഷ്ടം സാധിക്കുന്ന പുരുഷൻ. ആ പുരുഷൻ പറയുന്നത്, ആ നിർദ്ദേശങ്ങളെ ബഹുമാനിച്ചു പോകുന്ന സ്ത്രീ, അത് കുടുംബനാഥയാണ് പറയുന്നത്. കുടുംബനാഥൻ എന്ന സങ്കല്പമാണ്. അപ്പൊ അതിലെന്താ പ്രശ്നം? ഇനി ഇത് നമുക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കാം, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് നോക്കാം. ആ പ്രകൃതി വല്ലാതെ പുരുഷാധിപത്യമാണ്. പുരുഷാധിപത്യം മാത്രമാണ്. നിങ്ങൾ നോക്കുക, എല്ലാ ജീവജാലങ്ങളിലും പുരുഷാധിപത്യം ഉണ്ട്. പ്രപഞ്ചത്തിൽ അത് നിങ്ങൾ കാണുന്നുണ്ട്. അത് ജീവജാലങ്ങളെ എടുക്കുക, കാളയെടുക്കുക, കഴുതയെടുക്കുക, അവിടെ എല്ലാം പുരുഷ മേധാവിത്വമാണ്. അപ്പൊ ഈ പുരുഷ മേധാവിത്വം മനുഷ്യനായിട്ട് ഉണ്ടാക്കിയല്ല. അപ്പോ പുരുഷ മേധാവിത്വം മോശമായൊരു വഴിയിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ തെറ്റു പറയാൻ പറ്റും. ഉദാഹരണം, രാജഭരണം നടക്കുക, രാജാവ് മാന്യമായി ഭരിച്ച പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഓട്ടം ചെയ്യേണ്ട, രാജാവ് വൃത്തിക്ക് ഭരിക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ രാജഭരണത്തെ എതിർക്കേണ്ടി വരുന്നത് എങ്ങനെ? അതിന്റെ ആ രാജാവിന് ഒരു വെൽഫെയർ എന്ന കൺസെപ്റ്റ് ഒക്കെ മാറി, മാനവീയ ചിന്ത മാറിക്കഴിഞ്ഞാൽ നമ്മൾ എതിർക്കേണ്ടി വരുന്നു. മനുഷ്യൻ അങ്ങനെയാണ് എതിർക്കുന്നത്. ആ പ്രശ്നം വരുമ്പോഴാണ്. അതുപോലെ കുടുംബം ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇത് ബൈബിൾ എന്തോ സ്ത്രീയെ മോശപ്പെട്ടൊരു വസ്തുവായി കരുതി, സ്ത്രീയെ പാപത്തിന്റെ ഹേതുവായി കരുതി എന്നൊക്കെ പറയുന്ന ആക്ഷേപവും അതിലും അർത്ഥമില്ല. എന്താണ് കാരണം എന്നറിയില്ല. ബൈബിളിൽ പുരുഷനാണ് കൃത്യമായിട്ട് ശിക്ഷ പോലും ദൈവം കൊടുത്തു തുടങ്ങുന്നത്. നല്ല ശിക്ഷ തന്നെയാണ് പുരുഷന് കൊടുക്കുന്നത്. സ്ത്രീക്കും കൊടുക്കുന്നുണ്ട് ശിക്ഷ. അപ്പൊ കമ്പാരിറ്റീവ്ലി സ്ത്രീയോട് പറഞ്ഞ നിന്റെ ആഗ്രഹം അവനോടാവും, നിന്റെ വിധേയത്വം ഒക്കെ അവനോടാവും. പുരുഷൻ എന്താ പറഞ്ഞേ? പുരുഷനായിരുന്നു കൂടുതൽ ഉത്തരവാദിത്തമുള്ളൂ. എല്ലാത്തിലും പുരുഷൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പുരുഷനും സ്ത്രീയും തുല്യ കുറ്റവാളികൾ തന്നെയായി കാണുകയും സ്ത്രീയുടെ കുറ്റം സ്പെസിഫൈ ചെയ്യുകയും ചെയ്യും. പുരുഷനും കുറ്റവാളിയാണ്, അല്ലെങ്കിൽ അവൾ കൊണ്ടുവന്ന വസ്തു ഭക്ഷിച്ചു, കേവലമായൊരു പഴം ഭക്ഷിച്ചതിന് മനുഷ്യരാശി ഇങ്ങനെ ആക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഓർക്കേണ്ടത്, ഇതൊരു ലംഘനമാണ്. ഒരു ലംഘനത്തിന് കിട്ടിയ ശിക്ഷയാണ്. അല്ല പഴം തിന്നു എന്നതിലല്ല, അരുത് എന്ന് പറയുന്നതിനെ ചെയ്യാനുള്ള മനുഷ്യന്റെ പ്രവണതയിൽ 3 തരം പാവങ്ങൾ അന്തർലീനമായിരിക്കും. അത് കണ്ടു, തിന്മാൻ കൊള്ളാം, അത് ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതൊന്നും സ്ത്രീ കണ്ടു. അങ്ങനെയാണ്. അപ്പൊ ജഡമോഹവും കൺമോഹവും ജീവനപ്രദാവും എന്നറിയപ്പെടുന്ന 3 ഘടകങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ആയപ്പോഴാണ് പാവം എന്ന യാഥാർത്ഥ്യം.
അപ്പൊ ജീവനപ്രതാപങ്ങളുടെ, ജഡമുഖങ്ങളുടെ, കൺമുഖങ്ങളുടെ ആ പ്രചോദനങ്ങളിൽ നിന്ന് മനുഷ്യൻ അതിജീവിക്കേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ബൈബിൾ മുമ്പോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ സൃഷ്ടിയിലേക്ക് കുറെ കൂടി അതിന്റെ വിശദീകരണത്തെ കൊണ്ടുവരാം. അപ്പോ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയും ശാസ്ത്ര വിശകലനവും ഒരുപോലെ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ദൈവം സൃഷ്ടാവാണ് എന്നത് കൊണ്ടു മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ദൈവം എന്നുള്ളത് ഓരോ ആത്യന്തിക ബഹുമാനത്തിന് ദൈവത്തെ അർഹനാക്കുന്നു, ആർക്കും കൂടാത്ത ബഹുമാനത്തിന് അർഹനാക്കുന്നു. എന്നാൽ നമ്മള് ആ പ്രപഞ്ചനാഥനെ അനുസരിക്കുന്നത്, ആരാധിക്കുന്നത് കേവലമായ അല്ലെങ്കിൽ എന്താണ് പറയുക, സൃഷ്ടാവെന്ന ഒരു ഘടകം കൊണ്ട് മാത്രമല്ല. അപ്പൊ അത് ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ഈ ആരാധനയെ പറ്റി പറയുന്ന സ്ഥലത്ത് ആരാധനയെ വേർതിരിച്ച് പറയുന്ന ഭാഗം, പിതാവിനെ പുത്രനെ ആരാധിക്കുമ്പോൾ വേറിട്ട് പറയുകയാണ്. 4-ാം അധ്യായത്തിൽ ആരാധിക്കുമ്പോൾ പറയാണ്, കർത്താവേ നീ സകലതും സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ഹേതുവായി സകലതും ഉളവായി. അങ്ങനെയാണ് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ ആരാധനയോട് ബന്ധപ്പെട്ടുള്ള ആ പോർഷനെ കിടക്കുന്നത്. കർത്താവെ നീ സകലതും സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിക്ക് ഹേതുവായി ദൈവം നിലകൊണ്ടു എന്നുള്ളത്, സൃഷ്ടിക്ക് കാരണഭൂതനായി ദൈവം നിലകൊണ്ടപ്പോൾ 4-ാം അധ്യായം വളരെ വിശദമായി ആ സൃഷ്ടിയെപ്പറ്റി പറയുന്ന എന്താണ് നമുക്കത് നോക്കാം. 11-ാം വാക്യം, കർത്താവെ നീ സർവം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ട ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വം ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിലിടും. അപ്പൊ ദൈവത്തിന്റെ അധികാരത്തെ നമ്മൾ അംഗീകരിക്കുന്നു. തീർച്ചയായും സൃഷ്ടാവ് വർഷിപ്പിന് അർഹനാണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 12-ലേക്ക് ഒന്ന് വരാം, അതുകൂടെ വായിച്ചു. 11-12 അവർ പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000-10,000-ഉം 1,000,000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞാട് യോഗ്യനാകുന്നതിന്റെ കാരണം അറുക്കപ്പെട്ടു എന്നുള്ളതാണ്. പിതാവ് യോഗ്യനായതിന്റെ കാരണം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്, സൃഷ്ടാവ് എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല എന്നൊരു ന്യായമായൊരു ചോദ്യം വരാം. പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരുന്നു. അവിടെ കർത്താവെ എന്ന വിളിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെങ്കിൽ, അപ്പോൾ സൃഷ്ടിയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവും. എന്നാൽ പുത്രന്റെ സവിശേഷമായ മറ്റൊരു ദൗത്യമാണ് അടുത്തത് പറയുന്നത്. പുത്രൻ വീണ്ടെടുത്തു. പിതാവ് സൃഷ്ടിച്ചു, അല്ലെ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു, പുത്രൻ സൃഷ്ടിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ലോഗോസ് ആണ് സൃഷ്ടിക്ക് കാരണം. ആ ലോഗോസ് ആണ് യേശുക്രിസ്തു. അപ്പൊ സൃഷ്ടിയിൽ യേശുക്രിസ്തു ഉണ്ട്. പക്ഷെ പുത്രൻ മാത്രം ചെയ്ത ഒരു ദൗത്യം, ഒരു കാര്യം, ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് വർഷിപ്പിന് അർഹനാകുമ്പോൾ പറയുകയാണ്, എന്തിനൊക്കെയാണ് അവിടുന്ന് യോഗ്യൻ എന്ന് പറയുന്നു. അവിടുന്ന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇതിനെല്ലാം അർഹനായ ദൈവപുത്രനെ ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ വർഷിപ്പ് ചെയ്യുന്നതിന്റെ അടിസ്ഥാന ഘടകം സൃഷ്ടാവായിരിക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ സൃഷ്ടാവായിരിക്കുന്നു എന്നതൊരു കാരണമാണെങ്കിലും ആ സൃഷ്ടാവ് ആയവൻ, ലോഗോസ് ആയവൻ അറുക്കപ്പെടാൻ തയ്യാറായി, ത്യാഗിയാകാൻ തയ്യാറായി നമ്മിലേക്ക് ചുരുങ്ങി എന്നതാണ് ആരാധനയ്ക്ക് അവിടുത്തെ ആ ദൈവപുത്രനെ അർഹനാക്കുന്നത്. ഇതൊന്നും ആവശ്യമില്ലാത്തവൻ, മഹത്വത്തിൽ അധിവസിക്കേണ്ടവൻ, മഹത്വമില്ലാത്ത ഒരു ശരീരത്തിൽ വന്ന് രോഗിയായിരിക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ത്യാഗിയാകാൻ ഇഷ്ടപ്പെടും. ഇതിന് മറ്റൊരു കാരണം കൂടി പറയാം. ഒരു വസ്തു, ഇവിടെ പ്രളയം നടക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വലിയ പ്രയാസങ്ങൾ നടക്കുമ്പോൾ എറണാകുളത്തൊരു ഗോഡൌണിലേക്ക് സാധനങ്ങൾ കയറ്റി ആളുകൾ വെക്കുക. അപ്പൊ അത് വന്ന് ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഒരു വില്ലേജ് ഓഫീസർ വന്ന് അതെല്ലാം അതിന്റെ സ്റ്റോക്കൊക്കെ എഴുതുകയാണ്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഈ തലയിലെ അരിച്ചാക്ക് ചുമ്മിക്കൊണ്ട് ഗോഡൌണിലേക്ക് ഇടുകയാണ്. അപ്പൊ ഈ വില്ലേജ് ഓഫീസർ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. എടോ ഇങ്ങോട്ട്, എടോ അങ്ങോട്ടതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാകുമ്പോൾ ഇതിങ്ങനെ ചുമ്മിക്കൊണ്ട് പോകുന്ന മനുഷ്യനെ ഒരു പോലീസുകാരനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് വളരെ നേരം ശ്രദ്ധിക്കാൻ നൽകുമ്പോൾ അദ്ദേഹം കണ്ണടച്ച് കാണിച്ചു. ഒന്നും പറയല്ലേ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു. അപ്പോ കുറെ കഴിഞ്ഞപ്പോൾ
അദ്ദേഹം സാർ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു ഞാനിത് എൻജോയ് ചെയ്യുക. പറഞ്ഞു വന്നപ്പോ അദ്ദേഹം മലയാളിയായ ഒരു IAS ഓഫീസറാണ്, തമിഴ്നാട്ടിലെ കളക്ടറാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ പ്രളയമാണെന്നറിഞ്ഞപ്പം ഈ പയ്യൻ, അധികം പ്രായമില്ല, അയാൾ അവധിയെടുത്ത് ഇവിടെ വന്നിട്ട് ഓഫീസിൽ ഇരിക്കാനല്ല ഇഷ്ടപ്പെട്ടത്, അരിച്ചാക്ക് ചുമന്നും ഈ കഷ്ടപ്പാടിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അരിച്ചാക്ക് ചുമക്കുന്ന മനുഷ്യനെ വില്ലേജ് ഓഫീസർ കണ്ടപ്പോ ചുമട്ട് തൊഴിലാളിയായിട്ടാണ് തോന്നിയത്. അപ്പോ പോലീസിന്റെ മുമ്പിൽ ഇദ്ദേഹത്തിന് പിടികിട്ടി. പോലീസിന് മനസ്സിലായി ആളിനെ പിടികിട്ടി, അതോ പരിചയമുള്ള പോലീസുകാരൻ. അപ്പൊ സാർ വന്നിട്ട് എന്തിനാ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു ഈ പ്രളയം അനുഭവിക്കുന്ന മനുഷ്യരുടെ കഷ്ടതയിൽ പങ്കുചേരാൻ ആജ്ഞ കൊടുക്കുന്ന ഒരാളായി മാറി നിൽക്കുന്നതിലും എനിക്കിത് ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ ചെയ്യണം. അല്പം കഴിഞ്ഞപ്പോഴാണ് ഈ ആളിനെ ഈ വില്ലേജ് ഓഫീസറൊക്കെ മനസ്സിലായത്. താൻ ആക്ഷേപിച്ച അല്ലെങ്കിൽ താൻ എടോ ഇത് മാറ്റി അപ്പോട്ടിട അങ്ങോട്ടിട എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്ത ഈ മനുഷ്യൻ പ്രോട്ടോകോൾ കൊണ്ട് തന്റെ തസ്തികയുടെ എത്ര മീതയാണെന്നും ഈ ചെറുപ്പക്കാരനെ വളർന്ന് ചീഫ് സെക്രട്ടറി വരെ ആയി തീരുമെന്നും ഡെപ്യൂട്ടേഷൻ കേന്ദ്രത്തിലേക്ക് പോകുന്നു ഒക്കെ അന്നേരമാണ് ഇദ്ദേഹം അറിയുന്നത്. ഇതാണ് ഒരു മനുഷ്യന്റെ വലിപ്പം. മനസ്സിലായില്ലേ? ചെറിയ മനുഷ്യൻ വളർന്ന് ഉന്നതികളിലെത്തുന്നതിനേക്കാൾ വലുതാണ് ഉന്നതനായൊരു മനുഷ്യൻ താഴേക്ക് ചുരുങ്ങി വന്ന് ഈ ജോലി ചെയ്യുമ്പോൾ യു ആർ വർത്തി ടു ബി പ്രൈസ്. അതാണ് കാര്യം. അതുകൊണ്ടാണ് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് തലക്കനം കാണിക്കുന്ന ഒരാളായതുകൊണ്ടല്ലെന്നേ, അങ്ങനെ നിൽക്കുന്ന ഒരാളെയല്ല. ഇവിടെയാണ് ക്രിസ്ത്യൻ ലൈഫിന്റെ അതിന്റെ ആ പ്രിൻസിപ്പിൾസിന്റെ ആ തത്വത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. എന്താണ് കാരണം? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ക്രിസ്തു എന്ന ദൈവപുത്രൻ ഒരു യഹൂദനം കിട്ടാത്തൊരു വെളിപ്പാടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താ കാര്യം? യഹൂദനെ അവരെ പറ്റി പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ അവന് യാതൊരു ജാതിക്കും ചെയ്തിട്ടില്ല, ദൈവ വെളിപ്പാട് അവർക്കാ കിട്ടിയ. ഓക്കെ, പക്ഷെ അതിന്റെ ആ എൻബോഡിമെന്റ് ഹോം ഓഫ് ദ റെവലേഷന്റെ ആ ക്ലൈമാക്സ് ക്രിസ്ത്യാനിറ്റിക്കാണ്. കാരണം എന്താ? ആ മഹാദൈവം ആ മഹത്വത്തെ മുഴുവൻ മാറ്റിവെച്ചിട്ട് ആ കളക്ടർ എങ്ങനെ താഴേക്ക് വന്ന് അരിയുമെന്നു ഇതേ ലാഘവത്തോടെ ഇതേ സമർപ്പണത്തോടെ താഴേക്കിറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ഇരിക്കുമ്പോൾ 12 ഡിസൈപ്പിൾസ് പറയാ, ഞങ്ങള് അവന്റെ മഹിമ കണ്ടു, ഞങ്ങൾക്ക് ആ മഹിമ കാണാൻ പറ്റി. ചങ്കുറപ്പോടെ അവർ വിളിച്ചു പറയാ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. 3 നൂറ്റാണ്ടുകൾ കോടിക്കണക്കിന് മനുഷ്യരും മരിച്ചൊടുങ്ങാൻ കാരണം ഈ മഹിമ കണ്ട സാക്ഷികളായതിന്റെ പേരിലാണ്. മഹിമ കണ്ടവന് ചെറിയ പ്രതികൂലം വന്നാലൊന്നും അവൻ പോവില്ലെന്നേ, ചെറിയ കഷ്ടപ്പാട് വന്നാലൊന്നും അവൻ പോവില്ലെന്നേ. രോഗം വന്നാൽ, നഷ്ടം വന്നാൽ, മക്കൾ മരിച്ചാൽ, ലഭിക്കുന്ന പല സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ, ഏക്കറുകൾ നഷ്ടപ്പെട്ടാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, നിരാകരിക്കപ്പെട്ടാൽ മഹിമ കണ്ടവൻ പിന്തിരിഞ്ഞു പോകില്ല. മഹിമ കണ്ടവൻ മരണം വരെ അവിടെ നിൽക്കും. മരിച്ചവിടെ വീണാലും പിന്തിരിഞ്ഞോടാത്ത ആധികാരികതയാണ് മഹിമ നമ്മുടെ ഉള്ളിൽ തരുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമ്മെപ്പോലെ വന്ന പല മനുഷ്യരെയും ഇപ്പൊ കാണുന്നില്ല, പലരെയും കാണുന്നില്ല, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യരെ കാണുന്നില്ല. അവിടെയാണ് മഹിമ കണ്ടവന്റെ കരുത്ത്. അപ്പോ മഹിമ എന്ന് പറയുന്നത് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ വരച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ പ്രൗഢിയെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളല്ല. അപ്പോ വലിപ്പം എന്ന് പറയുന്നത് മഹാമനുഷ്യൻ, ഒരു വലിയ വ്യക്തിത്വം ചുരുങ്ങാൻ കാണിക്കുന്ന തൽപരതയാണ്. അതുകൊണ്ട് ദൈവവനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി എന്നാണ് നമുക്ക് വചനത്തിൽ കാണിക്കുന്നത്. ഫിലിപ്പ് ലേഖനം ആ മഹാസംഭവമാണ് ദൃഷ്ടാന്തീകരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അപ്പോഴ് പറഞ്ഞു വന്നതിന്റെ ഉള്ളടക്കം ഇത്രയുണ്ട്. അപ്പൊ സൃഷ്ടാവായവൻ, സകലത്തിനും സൃഷ്ടാവായവൻ സൃഷ്ടാവായി തുടർന്നാൽ വെളിപ്പാട് 4:13 കണ്ടതുപോലെ അവൻ ആരാധനയ്ക്ക് അർഹനാണ്. എന്താണ് കാരണം? അപ്പൊ ആ ആരാധന മൃഗവും മനുഷ്യനും ഒരുപോലെ കൊടുക്കുന്നതാണ്, പ്രപഞ്ചമൊക്കെ കൊടുക്കുന്നതാണ്, ചരാചരങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ആരാധന. അതിന് മറ്റൊരു കാര്യമുണ്ട്, ജീവനില്ലാത്തവയും ആരാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ ദൈവത്തെ നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അടിയങ്ങൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് മിന്നലുകൾ പുറപ്പെടുന്നു, അടിയങ്ങൾ പുറപ്പെടുന്നു, വിധേയമായിട്ടാണ് സഞ്ചരിക്കുന്നത്. പിന്നെയും യോവല്ലി പറയുന്നത് അവന് ഈ മണൽ വാരിയിട്ട് ഭൂമിക്ക് പിന്നെ സമുദ്രത്തിനൊരു അതിരിട്ടു. എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം അടങ്ങും. എന്തൊരു മനോഹരമായ പ്രയോഗമാണ്. ആ ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് നമ്മൾ പുലിമുട്ടുകളൊക്കെ കൊണ്ടാണ് ഇന്ന് കടല് ഇരമ്പി കയറാതിരിക്കാൻ സംവിധാനങ്ങൾ ചെയ്ത് പാളിപ്പോകുന്ന എത്ര കഥകൾ ആലപ്പുഴയിലും ഒക്കെ നമ്മൾ വായിക്കുന്നു. തിര പുറത്തേക്ക് വരുന്നു, സുനാമി തിരകൾ ഉണ്ടാകുന്നു, ഇതൊക്കെ. പക്ഷേ നമ്മൾ വലിയ കൂറ്റൻ കരിങ്കല്ലുകൾ കൊണ്ട് അതുപോലെ ഇറക്കിയിട്ടും പുലിമുട്ടുകൾ സ്ഥാപിച്ച് ഈ തിരയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും പ്രശ്നമുണ്ടാകുന്നിടത്താണ് പഞ്ചസാരത്തരിയുടെ കനമുള്ള മണൽ വാരി വിരിച്ചിട്ട് ദൈവം പറയാണ് ഇത്രത്തോളം നിനക്ക് വരാം, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം അടങ്ങും. നോക്കണം, ഒരു ചെറിയ അതിരിട്ടു, ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു തീവ്രവാദിയായ ഒരു ആൾ ദൈവമുണ്ട്. അപ്പോ കുറെ അനുഗാമികളൊക്കെ ഉണ്ട്, കുറെ നന്മ അയാളിലുണ്ട് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഗുണ്ടായിസൻ ടൈപ്പാണ്. ഈ വലിയ
സ്ഥലതർക്കമോ പ്രയാസമോ ഒക്കെ വരുന്നിടത്തേക്ക് ഈ പുള്ളിയെ പിടിക്കും. പുള്ളിക്ക് ചെറിയ പീസും ഒക്കെ ഉണ്ട്. ആള് മരിച്ചുപോയി, ചെറിയ പീസും ഒക്കെ ഉണ്ട്. അവിടെ വന്നപ്പോൾ ഞാനും ആൻഡ്രൂ സച്ചാനും തമ്മിൽ ഒരു അതിര് തർക്കം ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ വന്ന് ഈ സ്ഥലമെല്ലാം ഒന്ന് നോക്കും. നോക്കിയിട്ട് ഒരു ചരട് വെട്ടും. ആ ചരട് കെട്ടിയിട്ട് പറയും, ഈ ചരട് ഞാനാ കെട്ടിയത്, ധൈര്യമുള്ളവൻ അഴിച്ചോളാൻ പറയും. എന്നിട്ട് ഇതിനപ്പുറത്തുള്ള സ്ഥലം നിനക്ക്, ഇതിനിപ്പുറത്തുള്ള സ്ഥലം നിനക്ക്, നീ ഇങ്ങോട്ടും കയറില്ല, നീ അങ്ങോട്ടും കയറില്ല, വിവരം അറിയുന്നുണ്ടെങ്കിൽ പോകും. പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് പറയാൻ പറ്റിയല്ല. അതിന്റെ പേടി കാരണം മനുഷ്യൻ അതങ്ങ് വിടും. ഇങ്ങനത്തെ രീതിയുണ്ട്. അപ്പൊ ചിലർ ചരട് കെട്ടിയാൽ മതി, പേടിയുള്ളവനൊരു ചരട് കെട്ടിയാൽ മതി. ഒരു പോലീസ് ഒരു കോടതി അപ്പുറത്ത് കിടക്കില്ല, പോലീസ് വയ്ക്കും. അങ്ങോട്ട് പോലീസ് പോലും വരികയില്ല. ഈ അയാളുടെ ആ രീതി കാരണം അങ്ങോട്ട് വരികയില്ല. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചോളം ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. ആർക്കും അങ്ങോട്ടും പാനക്കോത്തില്ല. അങ്ങനെയാണ് ആർത്തലക്കുന്ന സമുദ്രത്തിന്റെ അതിരി വിരിക്കാൻ വേണ്ടി ചെറിയ തരിമണൽ ഇങ്ങനെ വാരി ഇട്ടിട്ട് പറഞ്ഞു, ഇതുണ്ട് ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവമാണ്, ഇത്രത്തോളം നിനക്ക് വരാം, ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അടിയങ്ങൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് മിന്നലുകൾ പുറപ്പെടും, അടിയങ്ങൾ പുറപ്പെടുന്നു, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന പോലെയാണ് വരുന്നത്. അവൻ തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റടിപ്പിക്കുന്നു. അപ്പൊ എല്ലാം ദൈവത്തെ അനുസരിച്ചു പോകുന്ന പ്രപഞ്ച നിയമങ്ങളുടെ മുഴുവൻ മനോഹാരിത ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാം ഒരു നിയമത്തിന് കീഴടങ്ങിപ്പോകുന്നു. അപ്പോ ഇതെല്ലാം കണ്ടെത്തുന്ന മനുഷ്യരെ എടുത്താല് അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി അതുപോലെ സമർപ്പണം ചെയ്ത് രോഗാതുരമായ ഒരു ശരീരത്തോടു കൂടി ഇരുന്നു കൊണ്ട് ഇയ്യോബ് കണ്ടെത്തിയ ന്യായങ്ങള്, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഇടങ്ങള്, എല്ലായിടത്തും ആ ഇന്റിമസി, സൗഹൃദം, ആധികാരികത എല്ലാം കഴിഞ്ഞ് ജോബ് നമ്മോട് പറയാ, ഞാനേ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നു. ഇത്രയും അറിവ് സമ്പാദിച്ച മനുഷ്യൻ പറയാ, ഒരു കേൾവി മാത്രം, തന്റെ കണ്ടെത്തലുകളെ മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കേൾവി മാത്രം എന്ന് പറഞ്ഞിരിക്കും. ജോബിൽ ഒരു വലിയ മനുഷ്യരെ കാണാം. ഈ ജോബിൽ നിസാരവൽക്കരണം കാണാം. തന്റെ പ്രശ്നങ്ങളെ, തന്റെ കണ്ടെത്തലുകളെ നിസാരവൽക്കരിക്കുക. എക്സാമ്പിൾ പറഞ്ഞാല് തന്റെ രോഗത്തെ മുഴുവൻ നിസാരവൽക്കരിച്ചുകൊണ്ട് ഭാര്യയോട് ഇടപെടുന്ന ജോബിനെ നമ്മൾ കണ്ടു. അദ്ദേഹം പറയാണ്, അത്യുന്നതന്റെ പക്കൽ നിന്ന് നമ്മൾ നന്മ കൈപ്പറ്റി ഒരു ചെറിയ തിന്മ. ഇവിടെയാണ് ഭക്തന്റെ വിജയം. നമ്മുടെ സങ്കടങ്ങളെയും നിരാശകളെയും എല്ലാം നോക്കിയിട്ട് പറയാണ്, ഒരു ചെറിയ തിന്മ. നോക്കണം, മക്കളുടെ മരണവും സമ്പത്തിന്റെ നഷ്ടവും എല്ലാം വന്നിട്ട് ഭാര്യയോട് ചേർന്ന് പറയാ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന്. എന്താ? ഒരു ചെറിയ തിന്മ. നമ്മൾ ഇതിനെ വലിയ തിന്മയാക്കി ഉലകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇടത്താണ് ഒരു ചെറിയ തിന്മ. ഒരു ചെറിയ തിന്മയായി ജീവിതത്തെ കണ്ടപ്പോൾ ദൈവം അവന്റെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തി. നമുക്കും ജീവൽ പ്രശ്നങ്ങളോട് തിരിഞ്ഞിരുന്ന് പറയാം, ഒരു ചെറിയ തിന്മ, ഒരു ചെറിയ ഞെരുക്കം, ഒരു ചെറിയ പ്രയാസം, ഒരു ചെറിയ പ്രതിസന്ധി. ആ ചെറിയ പ്രതിസന്ധിയിലാണ് നമ്മൾ കടന്നു പോകുന്നെങ്കിൽ ആ പ്രതിസന്ധി കാലത്തെ ഉന്മേഷഭരിതമാക്കാൻ ദൈവത്തിന് വിശാലമായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വലിയൊരു ദൈവം നമ്മളെ കുറിച്ചുള്ള പദ്ധതി. ആ പദ്ധതിയിലൂടെ ജോബ് പക്ഷെ അതിലേക്കും പോകുന്നില്ല. അവിടെ ജോബിലൊരു മറ്റൊരു സ്വഭാവത്തെയാണ് കാണുന്നത്. കുറെ കഴിഞ്ഞ് ആ പരിസ്ഥിതിക്ക് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ജോബിനെ കാണാം. ഇത് പൊരുത്തപ്പെടൽ നല്ലതാണെങ്കിലും മറുഭാഗത്ത് ഒരു അതിജീവനത്തിന്റെ മനസ്സുണ്ടെന്ന് ജോബ് അത് പിന്നിലേക്ക് വെച്ചു. ഞാൻ മരിച്ചൊടുങ്ങി, എന്റെ ശരീരം മണ്ണോട് ചേരുമ്പോൾ ഞാൻ ദേഹസഹിതനായി കാണും, ഒരു വീണ്ടെടുപ്പുകാരൻ വന്നു നിൽക്കും. പക്ഷെ ദൈവം അത്രയും വിട്ടില്ല. അതൊരു പ്രത്യാശയാണ്, നല്ലതാണ്. പ്രത്യാശ നല്ലതാണ്. പ്രത്യാശ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയ കാഴ്ചപ്പാടാണ്. എല്ലാം നന്നാകും, അത് വേണം. അതാണ് നമ്മളെ ഉന്മേഷഭരിതരാക്കുന്നത്. നന്നാകും, ശക്തിപ്പെടും, പ്രശ്നമില്ലെന്നേ എന്നുള്ള ഒരു തോന്നൽ. മറുവശത്ത് പ്രത്യാശയ്ക്ക് മറുവശത്ത് നമുക്ക് ഒരു കാര്യം എടുക്കാം. ഇപ്പൊ തന്നെ ഇത് മാറുമെന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അത് പ്രത്യാശയല്ല, അത് വിശ്വാസമാണ്. അതാണ് നമ്മുടെ ലാസറിന്റെ അരികില് കർത്താവിന്റെ അരികില് ലാസറിന്റെ സഹോദരി പറയുന്നു, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാരണത്തില് എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അത് വിശ്വാസമല്ല കുഞ്ഞെ, അത് പ്രത്യാശയാണ്. ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാരണം. അപ്പൊ കർത്താവ് പറഞ്ഞു, അത് ആ പ്രത്യാശ നല്ലതാണ്. വിശ്വസിച്ചാൽ നീ അവന്റെ മഹത്വം ഇപ്പൊ കാണും. ഇപ്പം അതാണ് വിശ്വാസം. എനിക്കിപ്പോ മാറ്റം വേണം, അതാണ് വിശ്വാസം. വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്കല്ല, പ്രത്യാശയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരുമ്പോൾ അത് അടുത്തു വരും, തൊട്ടടുത്ത് വരും. നമ്മുടെ ആ പ്രത്യാശ നല്ലതാണ്. ആ പ്രത്യാശയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ചില സഹോദരിമാരില്ലേ, ഭർത്താവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന, മദ്യപാനിയായ മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെടുന്നു, നിരാകരിക്കപ്പെടുന്ന ആ സ്ത്രീ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ദിവസം ഇതൊക്കെ മാറും എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയാണ് ഒപ്റ്റിമിസം. അതൊരു തരം ഹോപ്പാണ്. പക്ഷെ അതിനെ ഇതാ ഉടനെ മാറും, അധിക നാളൊന്നും ഞാനിങ്ങനെ കിടക്കൂലെന്നേ, നോക്കി നിൽക്ക, സ്ഥിതിക്ക് മാറ്റം വരത്തക്ക വിധം എന്റെ പൂർവ്വകാലം അല്പമായി തോന്നും എന്നുള്ള ബോധമാണ് വിശ്വാസം. അപ്പൊ പ്രത്യാശയിൽ നിന്നുള്ള വളർച്ച തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം കേവലം ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ചല്ല. സത്യത്തിൽ രോഗം മാറുമെന്ന കാഴ്ചപ്പാടല്ല വിശ്വാസം, അല്ലെങ്കിൽ ഞെരുക്കം മാറുമെന്നുള്ള കാഴ്ചപ്പാടല്ല വിശ്വാസം. അത് വിശ്വാസത്തിന്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ മാത്രമാണ് രോഗം മാറുമെന്ന ചിന്ത. വിശ്വാസം എന്നത് ഒരുവരിൽ ഞാൻ അർപ്പിച്ചിരിക്കുന്ന എന്റെ ആശ്രയബോധമാണ്.
ഒരുവരിൽ ഞാൻ അർപ്പിച്ചിരിക്കുന്ന എൻ്റെ ആ കണക്ഷന്റെ ബന്ധങ്ങളുടെ ആ ബോധമാണ്. അപ്പൊ സൃഷ്ടി എന്ന് ആയിരിക്കും നമ്മൾ സൃഷ്ടാവിലർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഇനി തിരിച്ചൊന്നുകൂടിയുണ്ട്. ഈ നമ്മിലും തിരിച്ച് ഈ വിശ്വസ്തത ദൈവത്തിന് കണ്ടെത്താനാവണം. എന്ന് വെച്ചാല് ഞാൻ എബ്രാഹിം ധ്യാനിച്ചപ്പെട്ടൊരു കാര്യം അവിടെ പറയാണ്, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതെന്താണ് കാര്യം? ഞാനത് ഓർത്തു, കർത്താവേ, അങ്ങ് എന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ അങ്ങ് ലജ്ജിക്കുന്നുണ്ടോ? ചിലപ്പോഴും അതായത് ഏലിയാവിന്റെ ദൈവമാണ് ഞാനെന്ന് അറിയപ്പെടുന്നു, ആ ലേവലിലൂടെ അറിയപ്പെടുക, അത് സന്തോഷമാണ്. ഇപ്പൊ എൻ്റെ 5 സഹോദരങ്ങളുണ്ട്. അപ്പോ ഈ സഹോദരങ്ങൾക്ക് 4 സഹോദരങ്ങളുണ്ട്. അപ്പൊ അവരെ അനിലിന്റെ ബ്രദറാണെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടല്ലോ. അപ്പൊ എന്റെ ബ്രദറാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നല്ലത്, ശരി. അല്ലെ എൻ്റെ മകൻ പറയാണ് അനിൽ കൊടുത്തോട്ടത്തിന്റെ മോനാണ് ഞാൻ എന്ന് പറയാം, അതൊരു സന്തോഷമാണ്. എൻ്റെ മോളുടെ പേര് കുറെ കൂടെ സ്പെസിഫൈഡ് ആണ്, കൃപ കൊടിത്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ചില സാറുമാർക്കറിയാം, ക്രിസ്ത്യൻ സ്കൂളല്ലേ, അപ്പൊ ചോദിക്കുമ്പോൾ അവർക്കതൊരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അവർ ഇങ്ങോട്ട് സംസാരിക്കും. എൻ്റെ വെള്ളമൊഴിക്കുന്ന ആ സ്കൂളിലേക്ക് ബോബി കട്ടിക്കാട് എന്ന് പറയുന്ന ഫാദർ വന്നു. ഈ ഇതിലൊക്കെ നമ്മളുടെ ശാലേം ദ്വീപിലൊക്കെ പ്രശ്നം, നല്ല ചിന്തകനായ ഒരു പ്രഭാഷകനാണ്. ഈ പേര് കേട്ടിട്ട് ഇവളെ മാറ്റി നിർത്തി ചോദിച്ചു, ഇന്നാളിന്റെ മോളാണോ? അതെ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛൻ വന്നിട്ട് അത്രയും പേരുടെ നിന്ന് മാറ്റി നിർത്തി അവളെ ഇങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തി തലേ കൈയൊക്കെ വെച്ച് ഒരു കിസ്സൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. അദ്ദേഹം ഈ ധ്യാനാൽ മറ്റേ ഈ കപ്പൂച്ചിയൻ പുരോഹിതനാണ്. അപ്പോ ചോദിച്ചറിഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചടുത്ത ദിവസം പറഞ്ഞു, ഇങ്ങനെ പപ്പ അവരച്ഛൻ ഇവിടെ വന്നു, പപ്പായെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എബ്രാഹിം ധ്യാനിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവം ഒരിക്കലെങ്കിലും തിരിച്ച് ഇതുപോലെ പറയുമോ എന്നെപ്പറ്റി? ഞാൻ അവന്റെ ദൈവമാണ്, അഭിമാനത്തോടെ പറയാൻ പറ്റും. ദാവീദിന്റെ ദൈവമാണ്, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമുണ്ട് ദൈവത്തിന്. അപ്പം ഞാൻ ഏലിയാവിന്റെ ദൈവമാണ്, മോശയുടെ ദൈവമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് അഭിമാനമുള്ള ഒരു ജീവിതം മോശ കൊടുത്തു. പക്ഷെ ദൈവം അനിലിന്റെ ദൈവമാണെന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞു? എന്റെ ദൈവമാണെന്ന് നാളെ പറയുമ്പോൾ ദൈവത്തിന് നാണം വരുന്ന തരത്തിൽ ആണോ എന്റെ ജീവിതം, എന്റെ പോക്കെന്നുള്ളത് സ്വയം പരിശോധിക്കാൻ കാരണമായി. അപ്പൊ ദൈവം നമ്മളെ ദൈവമാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. തിരിച്ച് ദൈവത്തിന് പറയാൻ പറ്റണം, ഞാൻ സാമുവലിന്റെ ദൈവമാണ്, ഗ്രേസിയുടെ ദൈവമാണ്, ജോർജുട്ടിയുടെ ദൈവമാണെന്ന് ദൈവത്തിന് പബ്ലിക്ക് പറയാൻ പറ്റുമ്പോൾ നാണക്കേട് വരില്ലെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ അപ്പൻ നിന്നോണ്ട് പറയാം, ഞാൻ ഇന്നാരുടെ അപ്പനാണെന്ന് പറയുമ്പോൾ അപ്പന്റെ തല താഴാതിരിക്കത്തക്ക വിധം അപ്പനോട് ഞാൻ കാട്ടുന്ന എന്റെ വിധേയത്വമാണ് എന്റെ ആരാധനയുടെ വിജയം എന്ന് പറയും. അത് ഒരു ലൈഫ് ലോങ് സിറ്റുവേഷൻ ആണ്. അപ്പോ എത്ര മനോഹരമാണ് അവിടെ ആ ക്രിസ്ത്യൻ ലൈഫിന്റെ എൻജോയ്മെന്റ്. ഞാനിത് ഒരു കുടുംബ ഉദാഹരണത്തിൽ നിന്ന് പറയാം. എനിക്കൊരു സഹോദരനുണ്ട്, അല്പം മദ്യപാനിയാണ്. അപ്പോ മറ്റൊരു സഹോദരനുണ്ട്, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, മൂത്തയാണ്. ഒരാള് വിശ്വാസത്തിലൊന്നും അല്ലല്ലോ. പക്ഷെ ഈ മനുഷ്യൻ ഞങ്ങളെക്കാളെല്ലാം നല്ല മനുഷ്യനാണ്. ഈ മദ്യപിക്കുന്ന ഒഴിച്ചാൽ നല്ല മനുഷ്യനും ഡീസന്റുമാണ്. നിങ്ങൾ ഇടപെട്ടാലൊക്കെ ഡീസന്റ് ആണ്, വളരെ ഡീസന്റ് ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ തർക്കുത്തരമൊക്കെ എല്ലാവരോടും പറയും. മൂത്ത ആളോട്, ഇളയാളല്ലേ, ഏറ്റവും ഇളയ ആളെന്നുള്ള നിലയിൽ, നമ്മൾ കുറെ കുഞ്ഞു കളിച്ചൊക്കെ വളർന്ന ആളെന്നുള്ള നിലയിൽ പറയും. അപ്പോ ഒരു ദിവസം ഈ അനിയനെ എൻ്റെ ആ മദ്യപിക്കുന്ന ചേട്ടനെ മറ്റേ ചേട്ടനെ അടിച്ചു ഒരു സ്ഥലത്ത്. പുള്ളി അത് കൊണ്ടോട്ട് അനങ്ങാതെ പോകും. അപ്പൊ ഞങ്ങളിങ്ങനെ കുടുംബത്ത് കൂടിയിരിക്കുമ്പോഴേക്ക് ഇദ്ദേഹം എന്തോ പറഞ്ഞു വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ നീ പാസ്റ്ററാണ്, ഞാൻ കുടിയനാണ്, പക്ഷെ അണ്ണൻ എന്നെ അടിച്ചു, നീ ആണെ തിരിച്ചു വല്ലതും പറയും. ഞാനൊന്നും അനങ്ങാതെ പോകുന്നു. അതിന്റെ കാരണം എൻ്റെ അണ്ണൻ ഒരു പാസ്റ്ററാണ്, ഞാൻ അദ്ദേഹത്തിന് വില കൊടുക്കണം. അദ്ദേഹം അടിച്ചു, ഓക്കെ, ഞാൻ എങ്കിൽ അത് ചെയ്തുകൊണ്ട് പോകും. ഞാൻ തിരിച്ചടിച്ചാൽ പുള്ളി കൊള്ളത്തേ ഉള്ളൂ. ഞാൻ കേട്ട് കൊണ്ടുകൊണ്ട് പോകുന്നത് എന്താ? കൊണ്ടുകൊണ്ട് പോകുന്നത് ഞാൻ വഴി നിന്നുകൊണ്ട് പുള്ളി എന്നെ അടിക്കുമ്പോൾ അടി കൊള്ളുന്നതാണ് എനിക്കും പുള്ളിക്കും വില. അപ്പൻ അടിക്കുമ്പോൾ അടി കൊള്ളുന്നതാണ് വില. അപ്പനോട് തിരിച്ചു പറയുമ്പോൾ എന്റെ വില ആദ്യം പോവും, അപ്പന്റെ വിലയും. അപ്പോ അദ്ദേഹത്തിന് വില കൊടുക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞു. നിനക്കത് പറ്റും, പറ. നിന്നെയാണ് തല്ലുന്നതെങ്കിൽ നീ തിരിച്ചെന്തെങ്കിലും പറയും. അപ്പൊ നീയാണോ വിശ്വാസി, ഞാനാണോ വിശ്വാസി? ഇങ്ങനെയുള്ള മനുഷ്യരായിരിക്കും നമ്മൾ എന്താണ് പറയുക? നമ്മുടെ എല്ലാവരും അവസ്ഥയാണിത് അല്ലേ? ചില ഘട്ടങ്ങളിൽ ചില മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂല്യം, ചില മനുഷ്യർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂല്യമില്ല. അതൊരു സത്യമാണ്. നമുക്ക് പാട്ടും അന്യഭാഷയൊക്കെ ഉണ്ട്. ഞാനതിന് എന്റെ കാര്യം തന്നെ പറഞ്ഞത്, പാട്ട്, അന്യഭാഷ പ്രശ്നം എല്ലാം ഉണ്ട്. ഈ വാല്യൂസ് കൊടുക്കുന്നത്, ഈ മൂല്യങ്ങളെ കൊടുക്കുന്നതിൽ നമ്മൾ പുറകോട്ട് നിൽക്കുന്ന അവിടെയാണ് നമുക്ക് സൃഷ്ടാവായ ദൈവവും നാമും തമ്മിൽ 2 ധ്രുവങ്ങളിൽ എത്തി നിൽക്കും. അപ്പൊ ദൈവം ആ ഘട്ടത്തിൽ ജാതികളിൽ നിന്ന്, പരീശന്മാരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു തത്വം നമ്മളിന്ന് പ്രതീക്ഷിക്കും, വലിയൊരു കാഴ്ചപ്പാട് നമ്മളിന്ന് പ്രതീക്ഷിക്കും. അപ്പൊ അതിലേക്കുള്ള ഒരു വളർച്ച, അതിനാണ് തയ്യാറാവേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാം. ഈ ദൂതഗണങ്ങളിലേക്കൂടൊന്നുമില്ല. അതുങ്ങൾ സൃഷ്ടിയാണല്ലോ, അതിന് ആരംഭമുണ്ട്, അവസാനം ഇല്ല. ദൂതഗണങ്ങൾ
ഈ ദൂതഗണങ്ങളിൽ അവയ്ക്ക് രൂപഭാവങ്ങൾ മാറാം, മനുഷ്യരാകാം, ഏത് സമയത്ത് മനുഷ്യനെ പോലെ ആകാം. അങ്ങനെയാണ് അതിന്റെ സൃഷ്ടി. ദൂതഗണങ്ങൾക്ക് മനുഷ്യരെ പോലെ ആകാം. അതിന്റെ കാരണം എന്താ? നമ്മൾ കണ്ടുകൊണ്ട് ഗബ്രിയേല് സന്ധ്യാസമയത്ത് ഒരു പുരുഷൻ എന്ന് തന്നെയാണ് വന്നു നിൽക്കുന്നത് യാഗസമയത്ത്. ഇതുപോലെ 3 പുരുഷന്മാര് അബ്രഹാമിന്റെ വീട്ടിൽ ചെല്ലുന്നു, 2 പുരുഷന്മാര് ലോത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു. ഇതുപോലെ ഗബ്രിയേൽ എന്ന ഞാൻ ദിവസം നിൽക്കുന്ന ഗബ്രിയേലാകുന്നു എന്നൊക്കെ നമ്മുടെ മറിയത്തിന്റെ അടുത്ത് പറയും. പുരുഷരൂപത്തിലാണ് ഇവർ വരുന്നത്. അപ്പൊ ഈ പുരുഷരൂപത്തിൽ വരുന്ന ഈ ദൂതഗണങ്ങൾക്ക് ഈ സാധ്യതകളെല്ലാം ഉള്ള ബോഡി, അനന്ത സാധ്യതകളുള്ള ഒരു ബോഡിയാണ്. ഈ ബോഡിയിലേക്കാണ് നമ്മൾ പുനരുദ്ധാന ശരീരങ്ങളായിട്ട് ചെല്ലുന്നത്. നിങ്ങൾ ദൂതതുല്യരാകുമെന്ന്. അപ്പൊ ഞാനത് കുറെ സങ്കല്പമാണ് കേട്ടോ. സങ്കല്പത്തിൽ ശരിയുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാല് റാപ്ചർ സംഭവിച്ചു, സഭ എടുക്കപ്പെടുമ്പോഴേക്കും നമ്മളീ കുറെ പേരെ കാണുന്നില്ല എന്നുള്ളത് ലോകത്തൊരു ചെറിയ വാർത്തയാണ്. ആദ്യം ഒരു വലിയ വാർത്ത, പിന്നെ ഒരു ചെറിയ വാർത്തയായിട്ട് ചുരുക്കും. കാരണം തൊട്ടടുത്ത ഫ്ലാറ്റില് ആള് വന്നോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അയൽക്കാരൻ അവിടെ ഉണ്ടോ ഇല്ലയോ നമ്മുടെ വിഷയമല്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കുറെ പേര് ഇഹലോകം വിട്ടു പോകുന്നു എന്നത് ലോകത്തിന് വലിയ വാർത്തയൊന്നുമല്ല. അവരെ കാണുന്നില്ല, അത്രേ ഉള്ളൂ. പോയി കാണും, എവിടെയോ സംഭവിക്കുക. അപ്പൊ ചിലർ പറയാണ് അങ്ങനെയൊന്നുമല്ല, അവരിങ്ങനെ കാഹളം കെട്ട് ഉയർത്തെഴുന്നൊക്കെ പ്രസംഗിച്ചിരുന്നു, ഇത്രയും പേരെ കാണാതിരിക്കുമ്പോ എന്തോ സംഭവം ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാം. അപ്പൊ അങ്ങനൊന്നും ഇല്ലെന്നേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കേൾക്കണ്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞു തീരുകയും നമ്മൾ ഇവരെ തൊട്ടടുത്ത് കാണും, അവിടെ പ്രത്യക്ഷപ്പെടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളായിട്ട് അവിടെ നിൽക്കുന്ന ഇവന് കാണും. ഇതേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മോട് സംസാരിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ മറ്റൊരു സ്ഥലം. അപ്പൊ നമ്മളുടെ സാന്നിധ്യം ദൈവം അറിയിക്കുവരെ. അപ്പൊ ഈ ബോഡി കൊണ്ട് ഒരേ സമയത്ത് നമുക്ക് കേരളത്തിൽ നിൽക്കാം, ചന്ദ്രനെ നിൽക്കാം, ആകാശത്തിൽ ചെല്ലാം, എവിടെയും പോകാൻ പറ്റിയ ഒരു ബോഡിയാണ് നമുക്കന്ന് കിട്ടുന്നത്. കാരണം ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കുന്ന ഏതിടത്തും നമുക്ക് പോകാൻ പറ്റുന്ന അനന്ത സാധ്യതകളുടെ ബോഡി. ദൂതനും അങ്ങനെ, ദൂതന് ഈ സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പൊ ഈ ദൂതൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ദൂതൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരിടത്ത് പോലും ദൈവത്തെ ദൈവമെന്ന് പോലും വിളിക്കാതെ, അല്ലെങ്കിൽ അതൊന്നും പറയാതെ സൃഷ്ടാവ് എന്നുള്ള ഒരു പരിമിതി നീക്കിയാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ ദൈവത്തിന്റെ അനന്തകോടി ഗുണങ്ങളിൽ ഒന്നിനെ പാടി പുകഴ്ത്തുമ്പോ ആ ദൈവത്തെ മനുഷ്യൻ മാത്രം പിതാവേ എന്ന് വിളിക്കുന്നു. അതും ദൈവമക്കൾ മാത്രം പിതാവേ എന്ന് വിളിക്കുന്നു. അത് ദൂതനില്ലാത്തൊരു ബന്ധമാണ്. ആ ബന്ധം കണ്ടിട്ട് ദൂതൻ കുനിഞ്ഞു നോക്കും. ശുശ്രൂഷിക്കുമ്പോൾ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്നൊക്കെ പറയും. നമ്മൾ പ്രസംഗിക്കുമ്പോൾ താഴോട്ട് നോക്കിയിരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ അന്യഭാഷ പറയുമ്പോഴെന്നല്ല. അതായത് ഒരു ഗൗരവക്കാരനായ അപ്പന്റെ മടിയിലേക്ക് കൊച്ചുമകൻ കടന്നിരുന്ന് അവൻ എല്ലാത്തരം അപ്പന്റെ അധികാരങ്ങളെയും കവർന്നെടുത്തിട്ട് അപ്പനെ കെട്ടിപ്പുണരുന്നത് പോലെ ഇരിക്കുന്ന നമ്മളെ കണ്ടിട്ട് ലോകം അമ്പരം നോക്കുന്നു. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ, ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇദ്ദേഹം കളിക്കാറുണ്ടോ എന്ന് നോക്കുന്ന പോലെ ഇത് ആരാണ് ഇരിക്കുന്നത് എന്ന ചിന്ത കൊണ്ട് തലയിൽ കൈവച്ചു പോകുന്ന ഒരവസ്ഥയിൽ ദൂതന്മാർ കുനിഞ്ഞു നോക്കും. അവിടെയാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായി മാറുന്നത്. സൃഷ്ടിയുടെ മനോഹാരിത അവിടെയാണ് ദർശിക്കുന്നത്. സൃഷ്ടിയുടെ മനോഹാരിത അതിന്റെ സൗന്ദര്യവൽക്കരണമല്ല, മറിച്ച് അതിന്റെ ബലമല്ല സൃഷ്ടിയുടെ പ്രത്യേകത. ഒരു വീട് പണിതു, അതിന്റെ ഡിസൈനോ അതിന്റെ ബലമോ ഒക്കെ ഒന്നുമല്ല. ആ വീട്ടിൽ കിട്ടുന്ന സമാധാനമാണ്, സ്വസ്ഥതയാണ് ആ വീടിന്റെ ഐശ്വര്യം എന്നതുപോലെ നോക്കണം. അതുകൊണ്ടാണ് വല്ലാതെ കടമെടുത്തൊരു വീടുണ്ടാക്കിയാൽ ആ വീട് സ്വസ്ഥത തരില്ല നമുക്ക്. അതിന്റെ EMI അടയ്ക്കും, ആജീവനാന്തം അതിന്റെ പിന്നാലെയുള്ള ആങ്സൈറ്റി നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. അവിടെ ഡിസൈൻ അല്ല വലുത്, വലിപ്പമല്ല വലുത്, സൗകര്യങ്ങളല്ല വലുത്, അതിൽ കിട്ടേണ്ട ഒരു സ്വസ്ഥതയുണ്ട്, ഒരു സുഖമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയില് മനുഷ്യൻ വലുതായിരിക്കുന്നത് ആ സൃഷ്ടിയുടെ പെർഫെക്ഷൻ ഒന്നും അല്ലെന്നേ. പെർഫെക്ഷൻ അല്ല. ഇന്ന് നമ്മൾ പെർഫെക്റ്റും അല്ല. ആദം പെർഫെക്റ്റ് ആയൊരു സൃഷ്ടിയായിരുന്നു. നമ്മൾ ഇനി ആ പെർഫെക്ഷനിലേക്ക് പോവാണ്. അപ്പോ നമ്മുടെ സൃഷ്ടിയുടെ മനോഹാരിത എന്താണ്? അത് എത്ര കണ്ട് നമ്മള് തമ്പുരാനെ ഉൾക്കൊണ്ടു പോകുന്നുള്ളതാണ്. ഈ കോൺസ്റ്റന്റൈനെ നമ്മൾ ഒത്തിരി കുറ്റം പറയുന്ന ആൾക്കാരാണ്. കോൺസ്റ്റന്റൈൻ അയാളിൽ ഒരു ഗുണമുണ്ടായി, അയാളിൽ വലിയൊരു ശ്രേഷ്ഠത ഉണ്ടായി. അയാള് ഈ അധ്യക്ഷത വഹിക്കുന്ന വേളയിൽ, അതായത് നിക്കാ സുനോദോസ് അടക്കമുള്ള സമ്മേളനങ്ങൾക്ക് ആധ്യക്ഷം വഹിക്കുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ അവിടേക്ക് കയറി വരുന്ന രക്തസാക്ഷികളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ അർത്ഥ രക്തസാക്ഷികളോ ജീവിക്കുന്ന രക്തസാക്ഷികളോ ഉണ്ട് കർത്താവിന് വേണ്ടിയാന്ന്. കാരണം കൈയൊടിഞ്ഞവര്, കാലൊടിഞ്ഞവര് ഒക്കെയായ മനുഷ്യരുണ്ട്. അതുപോലെ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളെ അദ്ദേഹം കാണും, ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ കാണും. ഇദ്ദേഹം ഈ സ്ത്രീകളുടെ മുമ്പില് കുനിഞ്ഞു നമസ്കരിച്ചിട്ട് അവരുടെ കരം വാങ്ങി മുത്തുമായി. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഈ കണ്ണ് നഷ്ടപ്പെട്ടു പോയ ഒരു സന്യാസി വരെയുണ്ടായി. ആ കണ്ണെല്ലാം ചൂഴ്ന്നെടുത്തതാണ് റോമൻ ഭരണകൂടം പണ്ട്. അപ്പോ കോൺസ്റ്റന്റൈൻ ഈ സ്വാതന്ത്ര്യമൊക്കെ ഡിക്ലെയർ ചെയ്ത ശേഷം ഈ മനുഷ്യനെ കാണുമ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ കണ്ണിന്റെ ദ്വാരത്തിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു സ്രവം കണ്ണിൽ നിന്ന് ആ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ആ ഭാഗത്ത് ചെന്ന് തന്റെ കൈകൊണ്ട് അവിടെ തുടച്ചിട്ട് അവിടെ ചുംബനം അർപ്പിച്ചിട്ട് അദ്ദേഹം വിടുമായിരുന്നു. അതിന്റെ കാരണം
ഇയാൾ ക്രിസ്തുവിന് വേണ്ടി, എന്റെ ഗുരുവിന് വേണ്ടി, എന്റെ നാഥന് വേണ്ടി സഹിച്ച ത്യാഗത്തിന്റെ മുറിപ്പാടാണിത്. അതിൽ ചുംബിക്കുന്നു. അപ്പൊ ആരാധനയ്ക്ക് അർഹമാക്കുന്ന ഘടകം യേശുവിന്റെ തിരുമുറിവാണ്. വർഷിപ്പ് ചെയ്യാൻ നമ്മൾ ഇന്ന് ആ തിരുമുറിവ് കണ്ടാൽ ആ തിരുമുറിവിൽ ചുംബിക്കാൻ അർഹനാകും. നമ്മൾ യേശുവിനെ കണ്ടാൽ ക്രൂശിക്കപ്പെട്ടവനെ കെട്ടി പുനരാനിഷ്ടപ്പെടും. ഇവിടെയാണ് ക്രൂശിക്കപ്പെട്ടവന്റെ മഹത്വം. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, കടലിൻ മീതെ നടന്ന ക്രിസ്തുവിനേക്കാൾ, അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ച ക്രിസ്തുവിനേക്കാൾ, അതുമല്ലെങ്കിൽ തബീതയെ ഉയർപ്പിച്ചവനേക്കാൾ, യൈറൂസിന്റെ മകളെ ഉയർപ്പിച്ചവനേക്കാൾ ക്രൈസ്തവ ഭക്തന്റെ അഭിമാനം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്, പീഡിപ്പിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആ തിരുമുറിവിൽ സൃഷ്ടാവ് എന്ന ക്രിസ്തു അനുഭവിച്ച ത്യാഗങ്ങളിൽ എന്റെ പരിഗണനകൾ മുഴുവൻ ആ മുറിവിലാണ്. ആ മുറിവാണ് നമ്മുടെ കരുത്ത്, ആ മുറിവാണ് നമ്മുടെ ശക്തി. ഞാന് ഇത് ഊന്നിപ്പറയാൻ ഒരു കാരണമുണ്ട്. ഈ അജയ് അഹുജ എന്നറിയപ്പെടുന്ന ഒരു പടയാളി മരിച്ചു ഈ പാകിസ്ഥാൻ യുദ്ധത്തിൽ. ആ പടയാളി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ കേരളത്തിലെത്തിച്ചു. അന്ന് വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ കൂടെ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു കുറിപ്പുണ്ട് വായിക്കാൻ, ഒരു ഹിന്ദി കവിതയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അലിയു മാന്യ ഭവതി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുള്ളതാണ്, അജയ് അഹൂജയുടെ ഭാര്യയ്ക്കുള്ള കുറിപ്പാണ്. അത് സൈനികൻ എടുത്ത് വായിക്കുകയാണ്. PM എഴുതിയ, പ്രൈം മിനിസ്റ്ററുടെ ആ കൈപ്പടം കൊണ്ടെഴുതിയ, ആ കൈ കൊണ്ട് തന്നെ എഴുതിയ കുറിപ്പ് വായിക്കുക. അവിടെ പറഞ്ഞു, ഭവതി നിന്റെ ഭർത്താവിന്റെ ഭൗതിക ശരീരം നോക്കുക, അതിൽ ഇന്ത്യൻ പതാക പുതപ്പിച്ച് കിടക്കുന്ന ആ ശരീരത്തിൽ നിന്ന് പതാകമല്ലേ ഒന്ന് നീക്കുക. നീക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാറിടത്തിൽ നിനക്ക് ഒരു വെടിയുണ്ട തുളച്ചു കയറിയ പാട് കണ്ടു. ആ വെടിയുണ്ടയായിരുന്നു ആ മനുഷ്യനെ കൊന്നത്. അപ്പോൾ ആ മുറിപ്പാടിലേക്ക് നീ ഒന്ന് നോക്കണം. ഇനി പറ്റുമെങ്കിൽ നീ ആ ശരീരം കമഴ്ത്തിയിടാൻ ഇവരോട് ആവശ്യപ്പെടുക. എന്നിട്ട് പുറത്തേക്ക് ശ്രദ്ധിക്കുക, അവിടെ ഒരു മുറിപ്പാടില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മുറിപ്പാട് ഈ പുറത്തായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവിടെ ശ്രദ്ധിക്കാൻ ഒരിക്കലും പറയുമായിരുന്നില്ല. കാരണം യുദ്ധത്തിൽ നിന്റെ ഭർത്താവ് ഭയപ്പെട്ട് പിന്തിരിഞ്ഞൂടിയത് കൊണ്ടാണ് പുറത്ത് വെടിയേറ്റത്. എന്നാൽ ഇത് പിന്തിരിഞ്ഞൂടുകയല്ല, നെഞ്ചു കാട്ടി ശത്രു സൈന്യത്തിലേക്ക് ഇരമ്പിച്ചെല്ലുമ്പോ നിന്നെയോ കുഞ്ഞിനെയോ അല്ല ഓർത്തത്, 110 കോടി ഇന്ത്യക്കാരെ മുഴുവൻ ആ മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ ആ ഏറ്റെടുത്ത മുറിവ് 110 കോടി ഇന്ത്യക്കാരുടെ രക്ഷയുടെ മുറിവാണ്. ഇതാണ് പറയുന്നത്. ഭയങ്കര ആവേശകരമാണ്. ആ മുറിപ്പാടുകൾ ഇന്ത്യ മുഴുവൻ ചുംബിക്കുന്നു എന്ന് പറയുക. അപ്പൊ മുറിപ്പാടുകൾ ചുംബനത്തിന് അർഹനാക്കുന്നത് എവിടെയാണ്? അത് രക്ഷയ്ക്ക് ഹേതുവാക്കിയപ്പോഴാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ പറയുന്നത്, രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. അപ്പോ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമായി നമുക്ക് കിട്ടിയ രക്ഷയുടെ അടിസ്ഥാനം അവിടുത്തെ തിരുമുറിവാണ്. ആ മുറിവിൽ ഒഴുകുന്ന രക്തം നമ്മുടെ വിടുതലിന് ഹേതുവായി തീർന്നു, നമ്മുടെ വിമോചനത്തിന് ഹേതുവായി തീർന്നു. അതുകൊണ്ട് സൃഷ്ടി എന്ന നിലയിൽ നാം സൃഷ്ടാവിനെ ആരാധിക്കുമ്പോൾ അത് കേവലം നമ്മളെ രക്ഷിച്ചു, സൃഷ്ടിച്ചു എന്ന ആ വാദങ്ങൾക്ക് അപ്പുറത്ത് സൃഷ്ടിയുടെ പ്രത്യേകത, മനുഷ്യൻ ആരാധിക്കുന്നത് സൃഷ്ടാവ് എന്ന ചുരുങ്ങിയ ഒരു ലോകത്തിരുന്ന് ആ സൃഷ്ടാവ് എനിക്ക് സ്വന്തമായി വാങ്ങി എന്റെ വീട്ടിലേക്ക് വരും, എന്നെ ഉൾക്കൊണ്ടുപോകും, എന്നിലേക്ക് ഒതുങ്ങും. ഒരു കൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലൊരു മകനോ മകളോ ഉണ്ടെന്നിരിക്കും. അപ്പോ ആ പെൺകുട്ടിയെ, മകളെ കൂട്ട, ആ പെൺകുട്ടിയെ ഒരു യാത്രാമധ്യേ കണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ട പ്രസിഡന്റ്, രാജ്യത്തിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അവിവാഹിതനാണ്, അദ്ദേഹം ഇഷ്ടപ്പെടും. ആ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ബഹുമാനിച്ചിരുന്ന ആ കുട്ടിയുടെ മുമ്പിലേക്ക് അദ്ദേഹം വന്നിട്ട് അവളെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നു. ഒരു വിവാഹം നടക്കാം. അപ്പൊ വിവാഹം നടക്കും വരെ പ്രസിഡന്റ് എന്ന് കണ്ട് ഭയന്ന് ദൂരത്ത് നിന്ന ആ കുട്ടിക്ക് ഇന്നു മുതൽ ആ ശരീരത്തിന് മീതെ അർഹത, ആ ശരീരത്തിന്റെ പരിഷ്കരണം ഇനി അവളുടെ ശ്രദ്ധയാണ്. അയാൾ ധരിക്കേണ്ട വസ്ത്രവും ഭക്ഷണവുമല്ല ഇനി അവളുടെ ശ്രദ്ധയാണ്. ആ പുരുഷൻ പ്രസിഡന്റ് എന്ന പദവി വിട്ട് അവളിലേക്ക് ചുരുങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന മനോബോധമാണ് ആരാധന. പണ്ടവൾക്ക് ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധന ബഹുമാനം മാത്രമായിരുന്നു. ഇന്ന് ബഹുമാനം സ്നേഹത്തിന് വഴിമാറുന്നു. ബഹുമാനം സ്നേഹത്തിന് വഴിമാറുന്നത് ചുരുങ്ങിയ കാര്യമല്ല, അത് ഉയർന്ന നിലവാരമാണ്, ഉയർന്ന കാര്യമാണ്, വളരെ വളരെ ഉയർന്ന ഒരു നിലവാരമാണ്. സ്നേഹം ബഹുമാനത്തിനല്ല വഴിമാറിയത്, ബഹുമാനം സ്നേഹത്തിന് വഴിമാറുകയാണ്. അവിടെയാണ് മനുഷ്യരുടെ അപാകത കൂടി പറ്റുന്നത്. ആ അപാകത എന്താണ്? ആ അപാകത എന്നത് ഈ സ്നേഹം ബഹുമാനത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സ്നേഹം മിസ്യൂസ് ചെയ്യും. സ്നേഹം മിസ്യൂസ് ചെയ്യുന്ന ഇടത്ത് സ്നേഹം തരുന്നവൻ നിസ്സഹായനാണ്. ചിലപ്പോഴൊക്കെ
നമ്മുടെ കർത്താവ് നമ്മൾ വഴിതെറ്റി പോകുമ്പോഴൊക്കെ സ്നേഹം കൊണ്ടൊരു നിസ്സഹായ അവസ്ഥ. നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിവില്ലാഞ്ഞുകൊണ്ടല്ല, മറിച്ച് എതിരിടാൻ വയ്യ. സ്നേഹം നിമിത്തം നമ്മളെ ഉന്മൂലനം ചെയ്യാൻ വയ്യ. ചിലപ്പോഴൊക്കെ വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ സ്നേഹത്തെ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യരായി ചുരുങ്ങും. പാടില്ല. നമുക്ക് സൃഷ്ടാവിനോടുള്ള ബഹുമാനം നിലനിർത്തുമ്പോൾ തന്നെ സൃഷ്ടാവ് എനിക്ക് കാന്തനായി, സൃഷ്ടാവ് എനിക്ക് സുഹൃത്തായി, എനിക്ക് സ്നേഹിതനായി എന്ന ആ ചെറിയ ബോധത്തിലേക്ക് ചുരുങ്ങണം. ഒരു പോയിന്റുകൂടി പറഞ്ഞ് നിർത്താം. അപ്പോ ഇവിടുന്ന് നാട്ടിൽ നിന്ന് നിങ്ങൾ അമേരിക്കയിലും യുകെയിലും മറ്റ് രാജ്യങ്ങളിലും എത്തിയ സഹോദരങ്ങളാണ്. നിങ്ങൾ ഇടയ്ക്ക് നാട്ടിലേക്കൊന്ന് വരും. ഈ നാട്ടിലേക്ക് വരുമ്പോ ഈ പഴയ സ്ഥലങ്ങള്, പഴയ ചായ കുടിച്ച ഇടങ്ങൾ, നടന്നുപോയ ഇടങ്ങൾ, പഠിച്ച സ്കൂള്, ഇതുവഴിയൊക്കെ ചെല്ലുമ്പോൾ ചെറുപ്പത്തിൽ കണ്ട കൂട്ടുകാരനും ഏറ്റവും ചെറുപ്പത്തിൽ കണ്ട കൂട്ടുകാരി. അപ്പോ ഈ കൂട്ടുകാരിക്കൊന്നും ഒരു അഭിവൃദ്ധിയും വന്നു കാണില്ല. അവള് കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളായി. പക്ഷെ അവളെ ഒന്ന് കാണാനുള്ള നിങ്ങളുടെ വ്യഗ്രതയുണ്ട്. അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ തരുന്ന ഒരു ചായ കുടിക്കുമ്പോൾ അയാൾ തരുന്ന, ആ പഴയ കൂട്ടുകാരൻ തരുന്ന ആ ഓടിട്ട വീട്ടിലെ ഇരിക്കാൻ അധികം ചെയറൊന്നും തരാതെ ഒരു പ്ലാസ്റ്റിക് ചെയർ എടുത്തിട്ട് കാര്യം ഇരിക്കെ എന്ന് പറഞ്ഞിട്ട് തരുന്ന ഒരു ചായയുടെ സുഖമുണ്ട്. ആ ചായയുടെ സുഖം രണ്ടുപേരും ഒരുമിച്ച് ആസ്വദിക്കുക. അത് 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ചായയേക്കാൾ അതിന് സുഖം വലുതാണ്. ആ താഴേക്ക് ഇറങ്ങി നിന്ന് നിങ്ങൾ കുടിക്കുമ്പോൾ അവൾ ഒരു അവകാശതാബോധം കൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് വലിയ വീടൊന്നുമില്ല, ഞങ്ങള് കഷ്ടപ്പാട് അവളൊന്ന് പറയാണ്. അവൾ തന്നെ സ്വയം ഒന്ന് ചുരുക്കുകയാണ്. ചുരുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സുഖം അവൾക്ക് മനസ്സിലായി. അവൾ ചിന്തിക്കുന്നതിനേക്കാൾ, അയാൾ ചിന്തിക്കുന്നതിനേക്കാൾ ആ കുടിലിന്റെ മുറ്റത്തിരുന്നോ അകത്തിരുന്നോ ഒരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം ചുരുങ്ങാൻ കാണിച്ച, താഴേക്ക് ഇറങ്ങി വരാൻ കാണിച്ച ആ സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിന് നമ്മളൊപ്പം ഇടപെടുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. എന്താ, മഹത്വം വിട്ട്, ഭൂതഗണങ്ങളുടെ ആരാധന വിട്ട് എന്റെ ചെറിയ ജീവിതത്തിലേക്ക് അവൻ ചുരുങ്ങി, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ കൈനീട്ടി കൊടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം, അവൻ അനുഭവിക്കുന്ന സുഖം, ആ സുഖത്തിന്റെ ആ വശ്യതയിൽ പിരിയാൻ നേരം കെട്ടിപ്പുടർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ചെറിയൊരു നന്മ ആ മനുഷ്യന് കൊടുക്കുമല്ലോ. അയാൾ അത് കൈപ്പറ്റുമ്പോ അയാൾക്കും വലിയൊരു ആനന്ദം. ആ തുകയുടെ വലിപ്പമല്ല, മറിച്ച് അതിലൂടെ ഒരു കണ്ണീരിന്റെ പുളിപ്പ്, ഒരു സുഖം, വേർപിരിയാനാവാത്ത ഗാഢമായ ഊഷ്മളമായ ആ ബന്ധം അങ്ങനെ എടുത്തതിന്റെ ചെറുപ്പത്തിൽ പരിചയപ്പെട്ട സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത ഹൃദയത്തിൽ അത് തറപ്പിച്ചെഴുതി വെച്ചു. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട നാളിൽ എന്റെ ഹൃദയത്തിൽ ഉത്തമഗീതം പറയും പോലെ എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് നായിക പറഞ്ഞ പോലെ, കർത്താവേ, ഞാൻ നിന്റെ മുദ്രമോതിരമാണ്, നിന്റെ പേരടയാളപ്പെടുത്തിയ ആ മുദ്രമോതിരമായി എന്നെ നിന്റെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണമേ. സ്വാർത്ഥമായ ഒരാഗ്രഹം, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാത്തൊരാഗ്രഹം. നിന്നിലേക്ക് ഞാൻ ചുരുങ്ങുന്നു. നിന്നിലേക്ക് ഞാൻ ചുരുങ്ങുമ്പോൾ ചെറുതാവുകയല്ല, നമ്മുടെ മാത്രം ഒരു വിശാല ലോകം. അതാണ് ആരാധന. വെയിലാറുമ്പോഴൊക്കെ യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു ആദം ഹവ്വമാർക്കൊപ്പം നടക്കാൻ. അപ്പോ ജീവിതത്തിന്റെ ആ വെയിലാറുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വഴിക്കല്ല പോകുന്നത്, അവിടുന്ന് നമുക്കൊപ്പം വരും. എത്ര മനോഹരമായിരുന്നു അത്. ആദം ഹവ്വമാരുടെ കൈ പിടിച്ച് നടക്കുന്ന ദൈവത്തെ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു കുടുംബമാണ്. അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോ ഒരു ദിവസവും ദൈവം വന്നു, പതിവ് പോലെ വന്നു. അന്ന് ആദം അവിടെ ഇല്ല, ഹവ്വ അവിടെ ഇല്ല. രണ്ടാളും ഒളിച്ചിരിക്കുന്നു. തന്റെ കൂട്ടുകാരെ നഷ്ടപ്പെട്ട ആ ദൈവത്തിന്റെ ചോദ്യം, നീ എവിടെയാണ്? അറിവില്ലാഞ്ഞിട്ടല്ല, അറിയാം. പക്ഷേ ആ ചോദ്യത്തിൽ ഞാൻ ദൈവത്തിന്റെ വികാരം ഒപ്പിയെടുക്കുകയാണ്. ദൈവം വികാരമുള്ളവൻ തന്നെ ധരിക്കാനാണ് എനിക്കിഷ്ടം. ആ വൈകാരികതയില് ദൈവം ചോദിക്കുകയാണ് ഒരു നഷ്ടബോധം. ദൈവത്തിൽ, കർത്താവിൽ അന്നൊരു നഷ്ടബോധം ഉണ്ടായി എന്ന് തന്നെ ധരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടബോധം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിരഹം, അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നു. ആ മുറിപ്പാടിനെ ഉണക്കുന്ന, ആ മുറിപ്പാടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വലിയ പ്രക്രിയയാണ് നമ്മുടെ ആരാധന ഇന്ന് എന്നോർക്കണം. എനിക്കൊപ്പം നടക്കാൻ ഇറങ്ങി വന്ന ഞാൻ നഷ്ടപ്പെട്ടിടത്ത് ഇതാ ഞാൻ വീണ്ടും നിന്റെ അരികിലേക്ക്, ഞാൻ അവൈലബിൾ ആണ്, ഞാൻ ഇവിടെ ഉണ്ട്, വാ, നീ വരണം ഇവിടെ എന്ന് പറയുന്ന ആ ബോധത്തിലേക്ക് നമ്മളെ തിരിച്ച് പറിച്ചു നടുന്ന എക്സ്പീരിയൻസ് ആണ് സൃഷ്ടാവായിരിക്കും ദൈവത്തോട് സൃഷ്ടി എന്ന നിലയിൽ എന്റെ വിധേയത്വം. ദൈവത്തിന്റെ ഉള്ളിൽ ഇന്നും ആ തീഷ്ണമായ ആഗ്രഹം, നീ എവിടെ എന്നുള്ള ആ ചോദ്യം. ആ ചോദ്യത്തിന് നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉത്തരമാകണം ഓരോ പാട്ടും. ആ ചോദ്യത്തിന് നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രതികരണമായിരിക്കണം ഓരോ പ്രാർത്ഥനയും, ഓരോ ധ്യാനവും, ഓരോ പ്രവൃത്തിയും. കീർത്തനം പറയുന്നത് പോലെ, എന്റെ ദൈവമായ കർത്താവേ, എന്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ നമുക്കിന്ന് പിരിയാം.